നമസ്കാരം, ഏവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രാഹുൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. മീൻസ് ഫോഴ്സ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ പാർട്ട് 1 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഒരു റിവിഷൻ ക്ലാസ് പോലെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഇങ്ങനെ നമ്മൾ പോവുകയാണ്. അതിൻ്റെ പാർട്ട് 1 നമ്മൾ എടുത്തു കഴിഞ്ഞു. ഏതെങ്കിലും കുട്ടികൾ അത് കാണാനുണ്ടെങ്കിൽ കാണുക, അത് കണ്ടിട്ട് ഇത് കാണുക, അല്ലെ ഇത് കണ്ടിട്ട് അത് കാണുക, അങ്ങനൊന്നുമില്ല. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഏത് പാർട്ട് കണ്ടിട്ട് കണ്ടാലും മതി, പക്ഷെ ഒരു പാർട്ട് മിസ്സാക്കാതെ നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനകത്തോട്ട് പോകാം. ഐ ഹാവ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ. ഷീ എക്സ്ക്ലെയിംഡ് that dash to Paris before. Option A, she has never been. Option B, she was never been. Option C, she had never been. Option D, she never been. ഇവിടെ ആൻസർ എന്തായിരിക്കാം? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഷീ ഹാഡ് നെവർ ബീൻ ആണ്. എന്തുകൊണ്ട് നമ്മൾ ആ ഒരു ആൻസറിലോട്ട് പോയി എന്ന് നോക്കാം. ഇതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസിനെയാണ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത്. ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബായിട്ട് നമ്മൾ ഉപയോഗിക്കുക എക്സ്ക്ലൈംഡോ, പ്രേയ്ഡോ, വിഷ്ഡോ, വണ്ടേഡോ ഒക്കെയാണ്. കണക്റ്റിംഗ് വേർഡ് അസർട്ടീവ് സെന്റൻസിനെ പോലെ തന്നെ ദാറ്റ് ആണ് ഉപയോഗിക്കുക. ഇവിടെ ഇടയ്ക്കുള്ളൊരു ഭാഗം മാത്രമേ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളൂ. ഈ സെന്റൻസിനെ എന്താണ് പാസീവിലോട്ട് റിപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം മാത്രമേ നമുക്കിനി അവിടെ ഫില്ല് ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഷീ എക്സ്ക്ലെയിംഡ്, അങ്ങനെ തന്നെ എഴുതാലോ. ഷീ എക്സ്ക്ലെയിംഡ് ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് എക്സ്ക്ലെയിംഡോ, പ്രേയ്ഡോ, വിഷ്ഡോ, വണ്ടേഡോ ആണ്. ഇവിടെ എക്സ്ക്ലെയിംഡ് ആണ് കൊടുത്തിരിക്കുന്നത്, അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. കണക്റ്റിംഗ് വേർഡ് റിപ്പോർട്ടിംഗ് പാർട്ടിനെയും സ്പീച്ച് പാർട്ടിനെയും കൂടെ ബന്ധിപ്പിക്കാനായിട്ട് കണക്റ്റിംഗ് വേർഡ് യൂസ് ചെയ്യും. കണക്റ്റിംഗ് വേർഡ് ദാറ്റ് ആണ്. ഷീ എക്സ്ക്ലെയിംഡ് ദാറ്റ് എന്ന് എഴുതി. ഇനി നമ്മൾ നോക്കുന്നു ഐ ഹാവ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ എന്നാണ്. അപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ എങ്ങനെ എഴുതും അത്? അതായത് സാധാരണ വാട്ട് എ ലവ്ലി സീൻ, അങ്ങനെ വാട്ടിലും ഹൗവിലും ഒക്കെ തുടങ്ങുന്ന തരം എക്സ്ക്ലമേറ്ററി സെന്റൻസുകളാണെങ്കിൽ അവയെ നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക? അവയെ സ്റ്റേറ്റ്മെന്റിലോട്ട് മാറ്റിയിട്ടാണ് റിപ്പോർട്ട് ചെയ്യുക. ഇവിടെ സ്റ്റേറ്റ്മെന്റിലോട്ട് മാറ്റേണ്ട കാര്യമൊന്നുമില്ല, സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ തന്നെയാണ് ആ സെന്റൻസ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ അങ്ങ് പാസ്റ്റ് ആക്കി എഴുതിയാൽ മാത്രം മതി. ഷീ എക്സ്ക്ലെയിംഡ് ദാറ്റ്, ഈ ഐ എന്തായി മാറും? ഷീ എക്സ്ക്ലെയിംഡ് എന്നല്ലേ, അതുകൊണ്ട് ഷീ എന്നായി മാറും. ഷീ എക്സ്ക്ലെയിംഡ് ദാറ്റ്, ഷീ പാസ്റ്റ് ആക്കുക. ഹാവിന്റെ പാസ്റ്റ് ഏതാ? ഹാഡ് ആണ്. ഷീ ഹാഡ് നെവർ ബീൻ, ബാലൻസ് ഇവിടെ ഉണ്ട്, ടു പാരീസ് ബിഫോർ. അപ്പോൾ ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇടയ്ക്കത്തെ ഭാഗത്ത് ഡാഷ് ഇട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യുന്നു. ഷീ എക്സ്ക്ലെയിംഡ്, കണക്റ്റീവ് വേർഡ് ദാറ്റ് ചേർത്തു. കുഴപ്പമൊന്നുമില്ല. ഈ സെന്റൻസിനെ എന്താക്കി എഴുതിയാൽ മതി? അങ്ങ് പാസ്റ്റ് ആക്കി എഴുതിയാൽ മതി. ചേഞ്ചസ് ഇൻ പേഴ്സൺസ് ആൻഡ് വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയാൽ മാത്രം മതി. ഐ മാറി ഷീ ആയി, ഹാവിനെ പാസ്റ്റ് ആക്കി ഹാഡ് ആക്കി. അപ്പോൾ ഷീ എക്സ്ക്ലെയിംഡ് ദാറ്റ് ഷീ ഹാഡ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ. I regret dash you that the event has been cancelled. Option A, tell. Option B, tells. Option C, to tell. Option D, telling. നിങ്ങൾ ഏതായിരിക്കും ആൻസർ എഴുതുക? ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, ടു ടെൽ ആണ്. ഐ റിഗ്രറ്റ്. അപ്പൊ റിഗ്രറ്റിനോടൊപ്പം ആ ഒരു വേർഡിനോടൊപ്പം നമുക്ക് ജെറണ്ടും ഉപയോഗിക്കാം, ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ജെറണ്ട് എന്ന് പറഞ്ഞാൽ എന്താകുന്നു? ജെറണ്ട് എന്ന് പറഞ്ഞാൽ വെർബ് പ്ലസ് ING ആണ്. ബേസ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ING ആണ് ജെറണ്ട്. അപ്പൊ നമുക്കിവിടെ ജെറണ്ട് ഉപയോഗിക്കാൻ സാധിക്കും, ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കും. ഇതൊരു പാസ്റ്റിലെ കാര്യമാണ് പറയുന്നതെങ്കിൽ നമുക്കവിടെ ജെറണ്ട് ഉപയോഗിക്കാം. അപ്പൊ റിഗ്രറ്റ് വരുമ്പോൾ പാസ്റ്റിലെ കാര്യമാണ് പറയുന്നതെങ്കിൽ ജെറണ്ട് ഉപയോഗിക്കാം.
പക്ഷേ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അത് ക്യാൻസൽ ആയി. അപ്പം നെഗറ്റീവായിട്ട് പറയുമ്പോൾ റിഗ്രറ്റ് വരുമ്പോൾ സെൻറ്റൻസ് നെഗറ്റീവായിട്ടാണ് പറയുന്നതെങ്കിൽ അവിടെ ടു ഇൻഫിനിറ്റീവേ യൂസ് ചെയ്യാവൂ. ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ? 2 + v1. 2 + v1 മീൻസ് ബേസ് ഫോം ഓഫ് ദ വെർബ് കേട്ടോ. 2 + ബേസ് ഫോം ഓഫ് ദ വെർബിനെയാണ് ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുക. അപ്പോൾ ഈ റിഗ്രറ്റ് വന്നിട്ടുണ്ട്. റിഗ്രറ്റ് വരുമ്പോൾ ജെറണ്ട് ഉപയോഗിക്കാം, ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. പാസ്റ്റ് ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ ജെറണ്ട് ഉപയോഗിക്കും. പക്ഷേ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് വരുന്നതെങ്കിൽ, നെഗറ്റീവാണ് സെൻറ്റൻസ് എങ്കിൽ അവിടെ നമ്മൾ എന്ത് എഴുതത്തുള്ളൂ? ടു ഇൻഫിനിറ്റീവ് എഴുതത്തുള്ളൂ. അതുകൊണ്ടാണ് ടു ടെൽ എന്ന ആൻസറിലോട്ട് നമ്മൾ പോയത്. വാട്ട് ഈസ് ദ മസ്കുലിൻ ജെൻഡർ ഫോർ ഡച്ചസ്? ഡച്ചസ് എന്നുള്ളതിൻ്റെ പുല്ലിംഗം എന്താണ്? മസ്കുലിൻ ഫെമിനിൻ ജെൻഡർ. അപ്പോൾ പുല്ലിംഗം ഏതാണ്? ഡ്യൂക്ക് ആണോ, ഏൾ ആണോ, വൈസ്രോയ് ആണോ, ഗവർണർ ആണോ? ഏതാണ്? ഡ്യൂക്ക് ആണ് കേട്ടോ. ഡ്യൂക്ക് ഡച്ചസ് എന്നാണ്. ഡ്യൂക്ക് ഡച്ചസ് എന്നാണ്. ഓക്കെ, മസ്കുലിൻ ഫെമിനിൻ ജെൻഡർ ആണ്. നെക്സ്റ്റ് വൺ, ദ ഗവൺമെന്റ് ഹാസ് ഗിവൺ ദ ഡിസ്ട്രിക്ട് കളക്ടർ കാർട്ടെ ബ്ലാൻഷെ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ദ ഫ്ലഡ് ഹിറ്റ് ഏരിയാസ്. വാട്ട് ഡസ് ദ ഫോറിൻ ഫ്രേസ് കാർട്ടെ ബ്ലാൻഷെ മീൻ ഇൻ ദിസ് സെന്റൻസ്? ഒന്നുമില്ല, കാർട്ടെ ബ്ലാൻഷെ എന്ന ആ ഒരു ഫോറിൻ വേർഡിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആണോ, അതോ ദ ജുഡീഷ്യൽ പവർ ആണോ, അതോ ഓപ്ഷൻ സി ദ കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട് ആണോ, അതോ ദ നെസസറി എക്യുപ്മെന്റ് ആണോ? ആൻസർ ഓപ്ഷൻ സി ആണ്, ദ കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട് ആണ്. കാർട്ടെ ബ്ലാൻഷെ എന്ന ആ ഒരു ഫോറിൻ വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ദ കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട് എന്നാണ്. അത് പഠിച്ചങ്ങ് വെക്കണേ. അപ്പൊ ഡ്യൂക്ക്, ഡച്ചസ്, മസ്കുലിൻ ഫെമിനിൻ ജെൻഡർ ഒക്കെ അവിടെ ഒരെണ്ണം പഠിച്ചു. കാർട്ടെ ബ്ലാൻഷെ എന്ന ഫോറിൻ വേർഡിന്റെ മീനിങ് ദ കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട് എന്നാണ്. നെക്സ്റ്റ് വൺ, ദ ബുക്സ് ഓൺ ദ ടേബിൾ ഡാഷ് ടു അവർ ടീച്ചർ. ഓപ്ഷൻ എ ബിലോങ്സ്, ഓപ്ഷൻ ബി ബിലോങ്, ഓപ്ഷൻ സി ആർ ബിലോങ്ങിങ്, ഓപ്ഷൻ ഡി വെയർ ബിലോങ്ങിങ്. ഇവിടെ നിങ്ങൾ ഏത് ആൻസർ ആയിരിക്കും ചൂസ് ചെയ്യുക? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബിലോങ് ആണ്. എന്തുകൊണ്ട് ബിലോങ് എഴുതി? 1-2 ഡൗട്ടുകൾ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്, പറഞ്ഞുതരാം. ഇപ്പൊ ഈ ബിലോങ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയുള്ള ഒരു വെർബാകുന്നു? ഇതൊരു സ്റ്റേറ്റീവ് വെർബാകുന്നു. എന്താണ് സ്റ്റേറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ? മീൻസ് നമുക്ക് ഡൈനാമിക് അഥവാ ആക്ഷൻ വെർബ് എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. എന്താണ് ഡൈനാമിക് അഥവാ ആക്ഷൻ വെർബ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളാണ്. ഈറ്റ്, ഡ്രിങ്ക്, വാക്ക്, പ്ലേ, ഇതൊക്കെ ഡൈനാമിക് വേർബ്സ് ആണ്, അല്ലെങ്കിൽ ആക്ഷൻ വേർബാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അങ്ങനെ ഒരു സബ്ജക്റ്റ് ചെയ്യുന്ന, അങ്ങനെ ഒരു സബ്ജക്റ്റിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി അല്ലാത്ത ഒരു അവസ്ഥയെ കാണിക്കുന്ന വെർബിനെയാണ് സ്റ്റേറ്റീവ് വെർബ് അഥവാ സ്റ്റാറ്റിക് വെർബ് എന്ന് വിളിക്കുക. ഒരു സബ്ജക്റ്റിന്റെ പ്രവൃത്തി അല്ലാത്ത ഒരു അവസ്ഥയെ കാണിക്കുന്ന വെർബിനെയാണ് സ്റ്റാറ്റീവ് വെർബ് എന്ന് വിളിക്കുക. അപ്പം എന്തൊക്കെയാണ് നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ്, സെൻസസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ലവ്, ലൈക്ക്, ഫീല്, അതുപോലെ ടച്ച്, ഹിയർ, ഇതൊക്കെ എന്താണ് സ്റ്റേറ്റീവ് വെർബുകൾക്ക് ഉദാഹരണമാണ്. ലൈക്ക്, ലവ്, ഹേറ്റ്, അതേപോലെ തന്നെ ഫീല്, ടച്ച്, സ്മെല്ല്, ഇതൊക്കെ എന്താണ് സ്റ്റേറ്റീവ് വെർബുകളാണ് കേട്ടോ. അപ്പം ഇതേപോലെ ബിലോങ്, അപ്പം ഇതൊക്കെ എന്താണ് സ്റ്റേറ്റീവ് വെർബുകളാണ്. നമുക്ക് എന്താണ് ചെയ്യുന്ന പ്രവൃത്തിയല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല, ഒരു സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയല്ല, ഒരു സബ്ജക്റ്റിൻ്റെ പ്രവൃത്തി അല്ലാത്ത ബാക്കി ഇമോഷൻസ്, ഫീലിങ്സ്, സെൻസ് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള വെർബുകളെയാണ് നമ്മൾ സ്റ്റേറ്റീവ് വെർബ് എന്ന് വിളിക്കുക. അങ്ങനെ സ്റ്റേറ്റീവ് വെർബുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ സ്റ്റേറ്റീവ് വെർബുകളെ നമ്മൾ ING ഫോമിൽ, അതായത് ING ഉപയോഗിച്ച് കണ്ടിന്യൂസ് ടെൻസിൽ പറയാൻ പാടില്ല. സ്റ്റേറ്റീവ് വെർബുകളോടൊപ്പം ING ഉപയോഗിച്ച് കണ്ടിന്യൂസ് ടെൻസിൽ പറയാൻ പാടില്ല. അപ്പം നമുക്ക് 2 ഓപ്ഷന് ING ഉണ്ട്, ഇത് രണ്ടും ആൻസർ ആകില്ല. ഇതേ പാറ്റേണിലാണ് നമുക്ക് ഈ സ്റ്റേറ്റീവ് വെർബുകൾ ചോദിക്കുന്നത്. ഓപ്ഷനകത്ത് ING ഉള്ള ഓപ്ഷൻ കാണും, ഒറ്റ നോട്ടത്തിൽ നമ്മളത് വെട്ടിക്കളയും. പിന്നെ കിടക്കുന്നത് സിംഗുലറും പ്ലൂറലുമായിരിക്കും.
സബ്ജക്റ്റ് നോക്കിയിട്ട് സിംഗുലർ അഥവാ പ്ലൂറൽ എഴുതും. അപ്പോൾ ബിലോങ് ഒരു സ്റ്റേറ്റീവ് വെർബാണെന്ന് പഠിച്ചു വെക്കുക. ബിലോങ് ഒരുപാട് തവണ ചോദിച്ചതാണ്. അപ്പോൾ ഇവിടെ ഏതാണ് ടേബിൾ നോക്കുമ്പോൾ നിങ്ങൾ ടേബിൾ സിംഗുലർ അല്ലേ, അപ്പോൾ ബിലോങ്സ് എഴുതിക്കൂടെ? ഒരു വെർബിനോടൊപ്പം എസ്ഒ ഇഎസ്ഒ ഉണ്ടെങ്കിൽ അത് സിംഗുലർ ആണ്, അതില്ലാത്തത് എന്താണ്? പ്ലൂറൽ ആണ്. അപ്പോൾ ബിലോങ്സ് സിംഗുലറും ബിലോങ് പ്ലൂറലുമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ ടേബിൾ സിംഗുലർ അല്ലേ എന്ന് വിചാരിച്ച് ബിലോങ്സിലോട്ട് പോകാം. ഇവിടുത്തെ സബ്ജക്റ്റ് ടേബിൾ അല്ല, ദ ബുക്സ് ഓൺ ദ ടേബിൾ. ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്ന ബുക്സ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ദ ബുക്സ് ഓൺ ദ ടേബിൾ ആണ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ബുക്സ് ആണ്. ബുക്സ് എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ ആണ്. സബ്ജക്റ്റ് ഇവിടെ പ്ലൂറൽ ആണ്. അതുകൊണ്ട് നമ്മൾ പ്ലൂറൽ വെർബായിട്ടുള്ള ബിലോങ് എഴുതി. കണ്ടോ, പല കാര്യങ്ങളുണ്ട് തെറ്റാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ദ ബുക്സ് പ്ലൂറൽ ആണെന്ന് പറഞ്ഞാൽ ആർ ബിലോങ്ങിങ് ഒക്കെ എഴുതി വെക്കും. സ്റ്റേറ്റീവ് വെർബുകളെ ING ചേർത്ത് കണ്ടിന്യൂസ് ടെൻസിൽ പറയാൻ പാടില്ല. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ING ഇല്ലാത്ത 2 ഓപ്ഷൻ ഉണ്ട്, സിംഗുലറും പ്ലൂറലുമായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ദ ബുക്സ് ഓൺ ദ ടേബിൾ എന്നാണ്, ടേബിളിനകത്തുള്ള ബുക്കുകളാണ്. അപ്പോൾ അതെന്താണ്? സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ എന്തെഴുതി? പ്ലൂറൽ ആയിട്ടുള്ള ബിലോങ് എഴുതി. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദ വേർഡ്. എൻസൈക്ലോപീഡിയയുടെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താണ്? ഈ തന്നിട്ടുള്ള ഓപ്ഷനകത്ത് എൻസൈക്ലോപീഡിയയുടെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ENCYCLOPAEDIA. PA ആണ് കേട്ടോ, സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ENCYCLOPAEDIA. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാമെങ്കിൽ എളുപ്പമാണ്. ENCYCLOPAEDIA. ഇവിടെ ഒരു എ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഇതാണ് എൻസൈക്ലോപീഡിയയുടെ കറക്റ്റ് സ്പെല്ലിംഗ്. വാട്ട് ഡസ് ദ വേർഡ് അഡ്ഹോക് മീൻ? അഡ്ഹോക് എന്ന ഫോറിൻ വേർഡിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഓപ്ഷൻസ്. ഫ്രം ദ ബിഗിനിങ്, ഫോർ എ സ്പെസിഫൈഡ് പർപ്പസ്, ആഡിങ് സംതിങ് ടു യുവർ ടോക്ക്, ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ്. ഏതാണ് ആൻസർ? ഫോർ എ സ്പെസിഫൈഡ് പർപ്പസ് ആണ്, അല്ലെങ്കിൽ ഫോർ എ സ്പെഷ്യൽ പർപ്പസ്, എങ്ങനെയൊക്കെ കൊടുക്കുക, എല്ലാം ശരിയാണ്. ഫോർ എ സ്പെസിഫൈഡ് പർപ്പസ് അല്ലെ ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. പിന്നെ ടെമ്പററി എന്നും മീനിങ് ഉണ്ട്. ടെമ്പററി എന്നും മീനിങ് ഉണ്ട് കേട്ടോ. ഓക്കെ, വാട്ട് ഡസ് ദ വേർഡ് അഡ്ഹോക്? അഡ്ഹോക് മീൻസ് എന്താണ്? ഫോർ എ സ്പെസിഫൈഡ് പർപ്പസ് അഥവാ ടെമ്പററി എന്നാണ്. ഓക്കെ, അഥവാ സ്പെഷ്യൽ പർപ്പസ്. Convert the assertive sentence into its interrogative form. Yes, they speak French. Do they speak French? What they speak? Does they speak French? How they speak well? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഒരു അസേർട്ടീവ് സെന്റൻസ് തന്നിട്ടുണ്ട്. അസേർട്ടീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രസ്താവന രൂപത്തിലുള്ള വാക്യങ്ങളെയാണ് അസേർട്ടീവ് സെന്റൻസ് എന്ന് വിളിക്കുക. ഒരു സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന തരം സെന്റൻസുകളെയാണ് നമ്മൾ അസേർട്ടീവ് സെന്റൻസ് എന്ന് പറയുക. ഇതൊരു അസേർട്ടീവ് സെന്റൻസ് ആണ്. യെസ് കോമ അവിടെ കൊടുത്തു എന്നേ ഉള്ളൂ, അത് അസേർട്ടീവ് സെന്റൻസ് തന്നെയാണ്. ഇനി അതിനെ നമുക്ക് ഇന്ററോഗേറ്റീവ് സെന്റൻസിലോട്ട് മാറ്റണം. അപ്പോൾ ഇന്ററോഗേറ്റീവ് ഫോമിലോട്ട് മാറ്റണം. അപ്പോൾ ഓപ്ഷനകത്ത് ഒരിടത്തെ ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളെങ്കിൽ നമുക്ക് അതങ്ങ് എഴുതിയാൽ മതിയായിരുന്നു. ഇവിടെ 4 ഓപ്ഷനകത്ത് എന്തുണ്ട്? ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. അപ്പോൾ ഇതിലേതായിരിക്കും ആൻസർ? വ്യക്തമായിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ചോദ്യ രൂപത്തിലുള്ള വാക്യങ്ങളെയാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് വിളിക്കുക. അപ്പം ഇന്ററോഗേറ്റീവ് സെന്റൻസിനെ തന്നെ നമ്മൾ 2ആയിട്ട് തരംതിരിക്കും. ഏതൊക്കെയാ? WH ക്വസ്റ്റ്യനും അതേപോലെ തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യനും. WH ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഓക്സിലറി വെർബിൽ തുടങ്ങും. ഓക്കെ, അപ്പോൾ WH ക്വസ്റ്റ്യനും യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഇന്ററോഗേറ്റീവ് സെന്റൻസിനെ 2ആയിട്ട് തരംതിരിക്കുന്നു. WH ക്വസ്റ്റ്യൻസും ഉണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ട്. ക്വസ്റ്റ്യൻ വേർഡിൽ സ്റ്റാർട്ട് ചെയ്താൽ അത് WH ക്വസ്റ്റ്യൻ ആണ്. ഓക്സിലറി വെർബിൽ സ്റ്റാർട്ട് ചെയ്താൽ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് യുവർ നെയിം? ഹൗ ഓൾഡ് ആർ യു? വേർ ആർ യു ഗോയിങ്? ഹൂസ് ബാഗ് ഈസ് ദിസ്? ഇതൊക്കെ WH ക്വസ്റ്റ്യന് ഉദാഹരണമാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകുമ്പോൾ അതിൻ്റെ ആൻസർ എസ് അഥവാ നോ ആയിരിക്കും. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്സിലറി വെർബിലാണ്. ആർ യു ഹാപ്പി? ഡു യു ലൈക്ക്
നോവൽസ്. ഇതൊക്കെ എന്താ യെസ് ഓർ നോ ക്വസ്റ്റിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ വാട്ട് ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൗ ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിനെ രണ്ടിനെ നമുക്കൊന്ന് വെട്ടിക്കളയാം. എന്തുകൊണ്ടാണ്? ഇവിടെ യെസ് എന്ന ആൻസർ കൊടുത്തിട്ടുണ്ട്. യെസ് വന്നതുകൊണ്ട് ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പം വാട്ടിലും ഹൗവിലും തുടങ്ങിയ അത് WH ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടും ആൻസർ ആയിട്ട് വരില്ല. പിന്നെ ഓക്സിലറി വെർബിൽ തുടങ്ങിയത് നമുക്ക് നോക്കാം. ഡു ദേ സ്പീക്ക് ഫ്രഞ്ച് ആണോ, ഡസ് ദേ സ്പീക്ക് ഫ്രഞ്ച് ആണോ? അവിടെ ആൻസർ ഏത് വരാനാണ് ചാൻസ്? ഡു ദേ സ്പീക്ക് ഫ്രഞ്ച് ആണ്. ഓക്കെ, ദേ സ്പീക്സ് ഫ്രഞ്ച് എന്ന് പറയുമോ? ദേ സ്പീക്സ് ഫ്രഞ്ച് എന്ന് പറയില്ല. ബട്ട് ഡസ് പ്ലസ് സ്പീക്ക്, ഡസ് പ്ലസ് സ്പീക്ക് എന്താ? ഡസ് പ്ലസ് സ്പീക്ക് എന്ന് പറയുമ്പോൾ സ്പീക്സ് ആണ്. ഡു പ്ലസ് സ്പീക്ക്, ഡു പ്ലസ് സ്പീക്ക് എന്താണ്? സ്പീക്ക് തന്നെയാണ്. ഓക്കെ, സ്പീക്സ് സിംഗുലർ ആണ്, സ്പീക്ക് പ്ലൂറൽ ആണ്. ഇവിടെ സബ്ജക്റ്റ് ദേ ആണ്, ദേ പ്ലൂറൽ ആണ്. ദേ പ്ലൂറൽ ആയതുകൊണ്ട് ഇവിടെ പ്ലൂറൽ എല്ലാം ഉപയോഗിക്കാൻ പറ്റൂ. ഇവിടെ സ്പീക്സ് എന്നാകുമ്പോൾ ഇത് തെറ്റല്ലയോ? പക്ഷെ ഇവിടെ എന്താ? ഡു പ്ലൂറൽ ആണ്, ദേ സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ദേ എന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് ഇവിടെ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് വരേണ്ടുന്നത്, അല്ലെ ഓക്സിലറി വെർബിനോടൊപ്പം പ്ലൂറലാണ് വരേണ്ടുന്നത്. അതുകൊണ്ട് ഡു എഴുതി കേട്ടോ. ഡു പ്ലൂറലും ഡസ് സിംഗുലറുമാണ്. അല്ലെ നിങ്ങൾ സ്റ്റേറ്റ്മെന്റിലോട്ട് മാറ്റിയാലും ദേ സ്പീക്സ് ഫ്രഞ്ച് എന്നും ദേ സ്പീക്സ് ഫ്രഞ്ച് എന്നും വരും. അപ്പോൾ എന്താ? സബ്ജക്റ്റ് ദേ പ്ലൂറൽ ആയതുകൊണ്ട് അവിടെ സിംഗുലർ ഉപയോഗിക്കത്തില്ല, പ്ലൂറലേ ഉപയോഗിക്കത്തുള്ളൂ. അതുകൊണ്ട് ഡു ദേ സ്പീക്ക് ഫ്രഞ്ച് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഒന്നുകൂടെ വരാം. കൺവേർട്ട് ദ അസർട്ടീവ് സെന്റൻസ് ഇൻറ്റു ഇറ്റ്സ് ഇൻറ്ററോഗേറ്റീവ് ഫോം. അസർട്ടീവ് സെന്റൻസ് ഇൻട്രോഗേറ്റീവിലോട്ട് മാറ്റണം, ചോദ്യ രൂപത്തിലുള്ള സെന്റൻസിലോട്ട് മാറ്റണം. ചോദ്യചിഹ്നം എല്ലാത്തിലും ഉണ്ട്. ഇതിൽ യെസ് എന്ന ആൻസർ കിടക്കുന്നത് കൊണ്ട് ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങിയ വാട്ടും ഹൗവും നമ്മൾ ആ സെന്റൻസുകളെ വെട്ടിക്കളഞ്ഞു. അടുത്തത് ഡു ദേ സ്പീക്ക് ഫ്രഞ്ച് എഴുതുമോ, ഡസ് ദേ സ്പീക്ക് ഫ്രഞ്ച് എഴുതുമോ? ദേ എന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് പ്ലൂറൽ ആയിട്ടുള്ള ഡു ദേ സ്പീക്ക് ഫ്രഞ്ച് എന്ന ആൻസറിലോട്ട് പോയി. Next one, 5 kilometers dash a short distance. Option A where, option B is, option C are, option D will. നിങ്ങളുടെ ആൻസർ ഇതിൽ ഏതായിരിക്കാം? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഈസ് ആണ്. 5 kilometers എന്നാണ്. അപ്പോൾ അതെന്താണ്? അതൊരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസോ സ്പീഡോ ടൈമോ ഹൈറ്റോ നമ്പറോ എമൗണ്ട് ഓഫ് മണിയോ അങ്ങനെയുള്ള ഏതെങ്കിലും മെഷർമെന്റ്സ് വന്നാൽ അതിനുശേഷം ഉപയോഗിക്കേണ്ട വെർബ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പൊ നോക്കുക, മെഷർമെന്റ്സ് എന്ത് വന്നാലും, അളവുകളും തൂക്കങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ള ഏത് മെഷർമെന്റ്സ് വന്നാലും അതിനുശേഷം നമുക്ക് എന്തുപയോഗിക്കാം? സിംഗുലർ വെർബ് യൂസ് ചെയ്യാം. ഇവിടെ സിംഗുലർ ആയിട്ടുള്ള ഓക്സിലറി വെർബ് ഏതാണ്? ഈസ് ആണ്. സോ നമ്മുടെ ആൻസർ ഏതാ? ഈസ് ആണ് കേട്ടോ. ഓക്കെ, 5 kilometers ഈസ് എ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്. മെഷർമെന്റ് സച്ച് ആസ് ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം, ഹൈറ്റ്, വെയിറ്റ്, നമ്പർ, എമൗണ്ട് ഓഫ് മണി, ഇവയ്ക്കെല്ലാം ശേഷം നമുക്ക് സിംഗുലർ വെർബ് യൂസ് ചെയ്യാം. ഏതാണ് സിംഗുലർ? ഈസ് ആണ്. Every boy and every girl dash present. Option A are, option B where, option C was, option D have. ഏതാണ് ആൻസർ? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, വാസ് ആണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ ഓപ്ഷൻ ഈ വാസിന് പകരം ഈസ് ഇട്ട് ചോദിച്ചിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ഈസ് ഉപയോഗിക്കാം, വാസ് ഉപയോഗിക്കാം, പ്രസന്റും പാസ്റ്റുമായിട്ട് ഈ ക്വസ്റ്റ്യൻ എടുക്കാം. രണ്ടുകൂടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റത്തില്ല, രണ്ടും ആൻസർ ആവാം. ഏതെങ്കിലും ഒന്നേ ഓപ്ഷനിൽ കാണത്തുള്ളൂ. ബാക്കിയൊക്കെ പ്ലൂറൽ ആണ്, സിംഗുലർ ആയിട്ടുള്ളത് വാസ് മാത്രമാണ്. എന്തുകൊണ്ട് നമ്മൾ സിംഗുലർ ആയിട്ടുള്ള വാസ് എഴുതി? പറഞ്ഞുതരാം. എവരി ബോയ് ആൻഡ് എവരി ഗേൾ. അപ്പോൾ എവരി എന്നൊക്കെ പറയുമ്പോഴും ഈ ഈച്ച് എന്നൊക്കെ പറയുമ്പോൾ ഓരോ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എവരിയോ ഈച്ചോ, എവരി അല്ലെങ്കിൽ ഈച്ച്, ഇവയൊക്കെ ഇതേപോലെ ആവർത്തിച്ചുകൊണ്ട് രണ്ട് സബ്ജക്റ്റുകളെ ആൻഡ് കൊണ്ട് കണക്ട് ചെയ്താൽ ശേഷം നിങ്ങൾ എന്തെഴുതിക്കോ? സിംഗുലർ വെർബ് എഴുതിക്കോ കേട്ടോ. അറ്റേ നമുക്ക് ഒരാളെ എടുക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ എന്താണ്? സിംഗുലർ വെർബാണ് എഴുതുക. അപ്പം എവരിയോ ഈച്ചോ ഒക്കെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ആവർത്തിച്ചുകൊണ്ട് ഇതേപോലെ രണ്ട് സബ്ജക്റ്റുകളെ ആൻഡ് കൊണ്ട് കമ്പൈൻ ചെയ്താൽ ശേഷം ഉപയോഗിക്കേണ്ടുന്നത്
സിംഗുലർ വെർബാണ്. ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന സിംഗുലർ വെർബ് ഏതാ? വാസ് ആണ്. വാസ് എഴുതി. അപ്പം ഈച്ചോ എവരിയോ ആവർത്തിച്ചുകൊണ്ട് രണ്ട് സബ്ജക്റ്റുകളെ ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്താൽ ശേഷം സിംഗുലർ വെർബാണ് ഉപയോഗിക്കുക. ഇവിടെ ഏതാ സിംഗുലർ? വാസ് ആണ്. വാസ് എഴുതി. വി നീഡ് ദ ഷുഗർ ടു ബേക്ക് ദ കേക്ക്. CAKE കേക്ക്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ആൻ, ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ. ഇവിടെ ഏത് ആൻസർ? നിങ്ങൾ ഏത് ആൻസർ എഴുതും? ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നോ ആർട്ടിക്കിൾ ആണ് കേട്ടോ. നോ ആർട്ടിക്കിൾ ആണ്. ഷുഗർ എന്ന് പറഞ്ഞാൽ അതൊരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പോൾ അൺകൗണ്ടബിൾ നൗണിന്റെ മുൻപിൽ നമുക്ക് എന്തുപയോഗിക്കാൻ സാധിക്കില്ല? എയോ ആനോ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അൺകൗണ്ടബിൾ ആണ്. പിന്നെ അവിടെ ഒരു എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അൺകൗണ്ടബിൾ നൗണിന് മുൻപിൽ നമുക്ക് എയോ ആനോ യൂസ് ചെയ്യാൻ പറ്റില്ല. ഷുഗർ, മിൽക്ക്, വാട്ടർ ഇതൊക്കെ അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ അതിന് മുമ്പിൽ എയോ ആനോ എഴുതാൻ പറ്റില്ല. ദ എന്ന് പറയുന്നത് എന്തിനെങ്കിലും സ്പെസിഫൈ ചെയ്ത് പറയാൻ പറയുന്നതാണ്. എന്തിനെങ്കിലും സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ ഈ ഷുഗറിനെ ഇവിടെ പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്തൊന്നും പറയുന്നില്ല. വി നീഡ് ഡാഷ്, ആ ഷുഗറിനെ എടുത്തു പറയുന്നില്ല. ഡാഷ് ഷുഗർ ടു ബേക്ക് ദ കേക്ക് എന്നാണ്. വി നീഡ് ഷുഗർ ടു ബേക്ക് ദ കേക്ക് എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അവിടെ അതിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുമില്ല. അതുകൊണ്ട് എന്താണ്? ദായും ആൻസർ ആയിട്ട് വരത്തില്ല. നോ ആർട്ടിക്കിൾ ആണ്. വി നീഡ് ഷുഗർ ടു ബേക്ക് ദ കേക്ക് എന്നേ പറയത്തുള്ളൂ. വി നീഡ് എ ഷുഗർ അല്ലെ ആൻഡ് ഷുഗർ അല്ലെങ്കിൽ ദ ഷുഗർ എന്ന് ഇവിടെ പറയേണ്ട കാര്യമില്ല. ഷുഗറിന് മുമ്പിൽ ഇവിടെ ഈ സെന്റൻസിൽ ഇവിടെ എന്താണ്? ഷുഗറിനെ സ്പെസിഫൈ ചെയ്തൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഇവിടെ ദായും ആവശ്യമില്ല. അതുകൊണ്ടാണ് നോ ആർട്ടിക്കിൾ എഴുതിയത്. ഐഡന്റിഫൈ ദ ഇറഗുലർ വെർബ് ഫ്രം ദ ഓപ്ഷൻസ്. വാക്ക്, ബൈ, ലാഫ്, ടോക്ക്. ഏതാണ് ഇറഗുലർ വെർബ്? ഐഡന്റിഫൈ ദ ഇറഗുലർ വെർബ് ഫ്രം ദ ഓപ്ഷൻസ് എന്നാണ്. ഇവിടെ ഏതാണ് ഇറഗുലർ വെർബായിട്ട് നിങ്ങൾ കണ്ടത്? ബൈ, ബോട്ട്, ബോട്ടാണ്. അപ്പൊ എന്താ? ബൈ ആണ് കേട്ടോ. ബൈ ആണ് ഇവിടുത്തെ ഇറഗുലർ വെർബ്. ഓക്കെ, എന്തുകൊണ്ട്? എന്താണ് റെഗുലർ വെർബ്, എന്താണ് ഇറഗുലർ വെർബ് എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. എന്താണ് റെഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ? റെഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വെർബിനോടൊപ്പം ഡിയോ, ഇഡിയോ, ഐഇഡിയോ ചേർക്കുമ്പോൾ V2ഉം V3യും കിട്ടുകയാണെങ്കിൽ അത്തരം വെർബുകളെ നമുക്ക് റെഗുലർ വെർബ്സ് എന്ന് വിളിക്കാം. എന്താണ്? ഒരു വെർബിനോടൊപ്പം ഡിയോ, ഇഡിയോ, ഐഇഡിയോ ചേർക്കുമ്പോൾ അതിൻ്റെ V2ഉം V3യും കിട്ടുകയാണെങ്കിൽ അത്തരം വെർബുകളെയാണ് റെഗുലർ വെർബ്സ് എന്ന് വിളിക്കുക. ഇനി എന്താണ് ഇറഗുലർ വെർബ്സ്? ഇറഗുലർ വെർബ്സ് എന്ന് പറയുമ്പോൾ ഒരു വെർബിനോടൊപ്പം ഡിയോ, ഇഡിയോ, ഐഇഡിയോ ചേർക്കുമ്പോൾ അതിൻ്റെ V2ഓ അല്ലെങ്കിൽ V3യോ കിട്ടത്തില്ല എങ്കിൽ, ഓക്കെ, ഒരു വെർബിനോടൊപ്പം ഡിയോ, ഇഡിയോ, ഐഇഡിയോ ചേർക്കുമ്പോൾ അതിൻ്റെ V2ഓ V3യോ കിട്ടത്തില്ലെങ്കിൽ അത്തരം വെർബുകളെ നമുക്ക് ഇറഗുലർ വെർബ് എന്ന് വിളിക്കാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നെയാണ്. ഇപ്പോൾ ഒരു വെർബിനോടൊപ്പം ഡി അഥവാ ഇ ഡി അഥവാ ഐഇഡി ആണ്, ഐഇഡി ഇവ ചേർക്കുമ്പോൾ അതിൻ്റെ V2ഉം V3യും കിട്ടുകയാണെങ്കിൽ അത് റെഗുലർ വെർബും, അങ്ങനെ കിട്ടത്തില്ലെങ്കിൽ അത് ഇറഗുലർ വെർബുമാണ്. വോക്ക്, വോക്ക്ഡ്, വോക്ക്ഡ്. അപ്പോൾ ഇ ഡി ചേർത്തപ്പോൾ അതിൻ്റെ V2 V3 ഫോംസ് കിട്ടി. ലാഫ്, ലാഫ്ഡ്, ലാഫ്ഡ്. ടോക്ക്, ടോക്ക്ഡ്, ടോക്ക്ഡ്. വോക്ക്, വോക്ക്ഡ്, വോക്ക്ഡ്, വോക്ക്ഡ്. ലാഫ്, ലാഫ്ഡ്, ലാഫ്ഡ്. ടോക്ക്, ടോക്ക്ഡ്, ടോക്ക്ഡ്. അപ്പൊ ഇവിടെയൊക്കെ എന്താണ്? ഈ വോക്ക് എന്ന വെർബിനോടൊപ്പം ഇ ഡി ഒക്കെ ചേർത്തപ്പോൾ അതിൻ്റെ V2ഉം V3യും കിട്ടി. അപ്പൊ ഇതൊക്കെ റെഗുലർ വെർബുകളാണ്. പക്ഷെ ബൈ എന്താണ്? ബൈ ബോട്ട്, ബോട്ട് അല്ലയോ?
ബൈ ബോട്ട് ബോട്ടാണ്. അപ്പോൾ അതെന്താണ്? അത് ഇറഗുലർ വെർബാണ്. ബൈയോടൊപ്പം ഡിയോ ഇ ഡിയോ ഐ ഇ ഡിയോ ഒക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ V2 V3 കിട്ടത്തില്ല. അപ്പം അത് ഇറഗുലർ വെർബാണ്. പുട്ട് 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 ഇറഗുലർ വെർബാണ്. കം കെയിം കം അതും എന്താ? ഇറഗുലർ വെർബാണ്. റൈറ്റ് റോട്ട് റിട്ടൺ അതും എന്താണ്? ഇറഗുലർ വെർബാണ്. ഇപ്പൊ ഇറഗുലർ വെർബ് തന്നെ 2-3-4 രീതിയിലുണ്ട്. വേണ്ടേ? ബൈ ബോട്ട് ബോട്ട് V1 ഒരെണ്ണം, V2 V3 സെയിം ആയിട്ട് വരുന്നു. ഇനി V1 V2 V3 സെയിം ആണ്. ഇനി V1 V3 സെയിം ആണ്, V2 മാത്രം മാറുന്നു. ഇനി 3 എന്താണ്? ഡിഫറൻ്റ് ആണ്. 3 ഒരേപോലെ വരാം, 3 ഡിഫറൻ്റ് ആയിട്ട് വരാം. ആദ്യം V1 ഒരെണ്ണം, V2 V3 സെയിം ആയിട്ട് വരാം, V1 V3 സെയിം ആയിട്ട് വരാം. അപ്പം ഇങ്ങനെ പല രീതിയിൽ ഇറഗുലർ വെർബ്സ് ഉണ്ട്. അപ്പം ബൈ ബോട്ട് ബോട്ട്, പുട്ട് പുട്ട് പുട്ട്, കം കെയിം കം, റൈറ്റ് റോട്ട് റിട്ടൺ ഇതൊക്കെ എന്താണ്? ഇറഗുലർ വെർബ്സ് ആണ്. ഇതൊക്കെ ഇറഗുലർ വെർബ്സ് ആണ്. ഇവിടെ ബൈ മാത്രമാണ് ഈ തന്നിട്ടുള്ളവയിൽ ഇറഗുലർ വെർബ്സ് ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ എന്താ? റെഗുലർ വെർബ്സ് ആണ്. വാക്കിനോടും ലാഫിനോടും ടോക്കിനോടും ഒപ്പം ഇ ഡി ഒക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ V2 V3 കിട്ടും. അപ്പോൾ അതേഴ്സ് എല്ലാം എന്താണ്? റെഗുലർ വെർബും ബൈ മാത്രമാണ് ഇറഗുലർ വെർബ്. വിച്ച് സെന്റൻസ് കണ്ടെയ്ൻസ് ആൻ അഡ്ജക്റ്റീവ്? താഴെ തന്നിട്ടുള്ള 4 ഓപ്ഷൻസ്, 4 സെന്റൻസ്. അതിനകത്ത് ഏത് സെന്റൻസിലാണ് ഒരു അഡ്ജക്റ്റീവ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. ഷി ഡ്രൈവ്സ് കെയർഫുള്ളി. The tall building is visible from here. He wrote a letter. They arrived early. അപ്പം നോക്കാം, ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട്? ഇവിടെ ഈ ബിൽഡിംഗ് എന്ന നൗണിനെ ക്വാളിഫൈ ചെയ്യാനായിട്ട് ടോൾ എന്ന അഡ്ജക്റ്റീവ് യൂസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന വേർഡിനെ, നൗണിനെ മാത്രമല്ല നൗണിനെയോ പ്രോനൗണിനെയോ നാമത്തെയോ സർവനാമത്തെയോ വിശേഷിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന വാക്കിനെയാണ്, പദത്തെയാണ് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ ബിൽഡിംഗ് എന്ന നൗണിനെ ക്വാളിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ടാൾ എന്നുള്ളത്. അപ്പൊ ആ ടാൾ എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഇവിടെയൊക്കെ ഡ്രൈവ്സ് എന്ന വെർബിനെ ക്വാളിഫൈ ചെയ്യാനാണ് കെയർഫുള്ളി എന്ന ആഡ്വർബ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക, എന്താണ് അഡ്ജക്റ്റീവ്, എന്താണ് ആഡ്വർബ്, എന്താണ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ? Adjective is a word that qualifies a noun or pronoun. ഒരു നൗണിനെയോ പ്രോനൗണിനെയോ വിശേഷിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന വാക്കിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, രാമു ഈസ് എ ഗുഡ് ബോയ്. മറ്റൊരു എക്സാമ്പിൾ, he is a good boy. അപ്പൊ നോക്കൂ, ഇവിടെ രാമു ഈസ് എ ഗുഡ് ബോയ് എന്ന് പറഞ്ഞു. ഇവിടെ ഈ രാമു എന്ന് പറയുന്നത് ഈ സെന്റൻസിൽ എന്താകുന്നു? അത് ഇവിടുത്തെ നൗൺ ആകുന്നു. ഇവിടെ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഇവിടുത്തെ നൗൺ ആകുന്നു. ഓക്കെ, രാമു എന്ന് പറയുന്നത് ഒരു നൗൺ ആകുന്നു. നൗൺ എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് സംതിങ്, എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തെയാണ് നൗൺ എന്ന് വിളിക്കുക. അത് വ്യക്തികളുടെയോ സ്ഥലങ്ങളുടെയോ സാധനങ്ങളുടെയോ പേരാവാം. അത് നെയിം ഓഫ് പേഴ്സൺസോ പ്ലേസസോ അല്ലെങ്കിൽ തിങ്സോ ആവാം. അപ്പൊ രാമു എന്ന് പറയുമ്പോൾ അതൊരു നൗൺ ആണ്. ഈ നൗണിനെയാണ്, രാമു എങ്ങനെയുള്ള ബോയ് ആണ്? രാമു ഈസ് എ ഗുഡ് ബോയ്. അപ്പൊ രാമു എന്ന് പറയുന്ന ഈ നൗണിനെ വിശേഷിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ഗുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നൗണിനെ ക്വാളിഫൈ ചെയ്ത ഈ വേർഡിനെ നമുക്ക് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് ദാറ്റ് ക്വാളിഫൈസ് എ നൗൺ ഓർ പ്രോനൗൺ. പ്രോനൗണിനെ എങ്ങനെ? ഈ രാമു എന്ന നൗണിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഹി എന്ന് പറയുന്നത്. അപ്പം എന്താണ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ? പ്രോനൗൺ ഈസ് എ വേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. ഒരു നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ശബ്ദത്തെയാണ് പ്രോനൗൺ എന്ന് വിളിക്കുക. ഇപ്പൊ ഇവിടെ ഹി എന്ന് പറയുന്നത് എന്താകുന്നു? ഒരു
പ്രോനൗൺ ആകുന്നു. അപ്പൊ ഈ പ്രോനൗണിനെ വിശേഷിപ്പിക്കാനായിട്ടല്ലയോ ഹീസ് എ ഗുഡ് ബോയ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ആ ഗുഡ് എന്താകുന്നു? ഗുഡ് ഒരു അഡ്ജക്റ്റീവ് ആകുന്നു. അപ്പൊ ഇങ്ങനെ നൗണിനെയോ പ്രോനൗണിനെയോ വിശേഷിപ്പിക്കുന്ന പദത്തെ നമുക്ക് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. ഇനി എന്താണ് ആഡ്വർബ് എന്ന് പറഞ്ഞാൽ? അവിടെ തന്നെ ഉണ്ട് വെർബ്, ആഡ്വർബ്. അപ്പൊ വെർബിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് രാമു വർക്ക്സ് ഹാർഡ്. അപ്പൊ ഇവിടെ രാമു വർക്ക്സ് ഹാർഡ് എന്ന് പറയുമ്പോൾ രാമുവിനെയാണ് ഇവിടെ ഹാർഡ് എന്ന് പറയുന്നത്. അല്ല, രാമു ചെയ്ത പ്രവൃത്തി, അവന്റെ വർക്ക്, അവൻ ചെയ്ത പ്രവൃത്തി, അതാണ് വെർബ്. വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് എ സബ്ജക്ട് ഡസ്. ഒരു സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിനെയാണ് വെർബ് എന്ന് വിളിക്കുക. ഇവിടെ രാജു വർക്ക്സ് ഹാർഡ് എന്ന, വർക്ക്സ് എന്ന് പറയുമ്പോൾ രാജു ഇവിടെ നൗണാണ്, വർക്ക്സ് എന്ന് പറയുമ്പോൾ അത് വെർബാണ്. ഈ വർക്ക് എങ്ങനെയാണ്? ഹാർഡായിട്ടാണ് രാമു വർക്ക് ചെയ്തത്. അപ്പൊ ഈ വർക്ക് എന്ന വെർബിനെ വിശേഷിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ഹാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെന്റൻസിൽ ഈ ഹാർഡ് എന്ന് പറയുന്നത് എന്താകുന്നു? ഒരു ആഡ്വർബ് ആകുന്നു. അപ്പൊ ഇത് രണ്ടുകൂടെ കുട്ടികൾക്ക് തിരിഞ്ഞു പോകരുത്. ഒരു നൗണിനെയോ പ്രോനൗണിനെയോ വിശേഷിപ്പിച്ചാൽ അതിനെ അഡ്ജക്റ്റീവ് എന്നും ഒരു വെർബിനെ വിശേഷിപ്പിച്ചാൽ അതിനെ ആഡ്വർബ് എന്നുമാണ് വിളിക്കുക. ഓക്കെ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ എന്താ? ഇവിടെ ബിൽഡിംഗ് എന്ന നൗണിനെ വിശേഷിപ്പിക്കാനായിട്ട് ടാൾ ഉപയോഗിച്ചു. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക, ഈ LY ചേർന്ന് വരുന്ന മിക്കുള്ളത് എന്തായിരിക്കും? ഒരു ആഡ്വർബ് ആയിരിക്കും കേട്ടോ. LY ചേർന്ന് വരുന്ന മിക്കുള്ളത് എന്തായിരിക്കും? ആഡ്വർബ് ആയിരിക്കും. അപ്പോഴൊന്ന് നോക്കിക്കോണം, ഒരു വെർബ് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ടോ, വെർബിനെ തന്നെയാണോ ക്വാളിഫൈ ചെയ്യുന്നത് ഒന്ന് നോക്കിയേക്കണ്ട ചെയ്തേക്കണം. LY വരുന്ന 98% ആഡ്വർബ് ആയിരിക്കും. നെക്സ്റ്റ്, സെലക്ട് ദ കറക്റ്റ് സെന്റൻസ് ഇൻ ആക്റ്റീവ് വോയിസ്. 4 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അത് ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും ഒക്കെ കിടക്കുന്ന സെന്റൻസുകളായിരിക്കും. ഈ കിടക്കുന്ന സെന്റൻസുകളിൽ ആക്റ്റീവ് വോയിസിൽ കൊടുത്തിരിക്കുന്ന സെന്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ദ ലെറ്റർ വാസ് റിട്ടൺ ബൈ ജോൺ. ഓപ്ഷൻ ബി, ദ കേക്ക് വാസ് ഈറ്റൻ ബൈ ദ ചിൽഡ്രൻ. ഓപ്ഷൻ സി, ദ ടീച്ചർ എക്സ്പ്ലെയിൻസ് ദ ലെസൺ. ഓപ്ഷൻ ഡി, ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ ദ ഗാർഡ്. ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ദ ടീച്ചർ എക്സ്പ്ലെയിൻസ് ദ ലെസൺ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആക്റ്റീവ് വോയിസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ സബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, മെയിൻ വെർബ്, ഒബ്ജക്റ്റ്, ഈ ഒരു പാറ്റേണിൽ പോകുന്ന സെന്റൻസുകളാണ് ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റിന് പ്രാധാന്യം നൽകുന്ന വാക്യങ്ങളായിരിക്കും. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ സബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, മെയിൻ വെർബ്, ഒബ്ജക്റ്റ്, ആ ഒരു പാറ്റേണിൽ പോകുന്ന സെന്റൻസുകളെയാണ് ആക്റ്റീവ് വോയിസ് എന്ന് വിളിക്കുക. പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ എന്താ? ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം നൽകുക. ഒബ്ജക്റ്റ് കാണും, പിന്നീട് ഓക്സിലറി വെർബ് കാണും, പിന്നീട് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ അവിടെ ബീയിങ് ഉണ്ടാകും, പെർഫെക്റ്റ് ആണെങ്കിൽ ബീൻ ഉണ്ടാകും, പിന്നെ വെർബിന്റെ V3 ഫോം കാണും, പിന്നെ ബൈ പ്ലസ് ഏജന്റ് ഉണ്ടാകും. അപ്പം ഒബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, V3 ബൈ പ്ലസ് ഏജന്റ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, കണ്ടിന്യൂസ് ആണെങ്കിൽ ബീയിങ്, പെർഫെക്റ്റ് ആണെങ്കിൽ ബീന്, പിന്നെ V3 പ്ലസ് ബൈ പ്ലസ് ഏജന്റ്, ഈ ഒരു പാറ്റേണിലൊക്കെ കിടക്കുന്ന സെന്റൻസുകളാണെങ്കിൽ അത് പാസീവ് വോയിസും ആയിരിക്കും. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ബൈ ജോൺ എന്നും ബൈ ദ ചിൽഡ്രൻ എന്നും കണ്ടപ്പോൾ, ബൈ ദ ഗാർഡ് എന്നും കണ്ടപ്പോൾ, ബൈ പ്ലസ് ഏജന്റ് കണ്ടപ്പോൾ ഇവയൊക്കെ എന്താണ്? പാസീവ് വോയിസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു പാസീവ് വോയിസിലാണ് ബൈ പ്ലസ് ഏജന്റ് വരിക. അപ്പൊ ഈ 3 ഓപ്ഷനകത്തും ബൈ ജോൺ, ബൈ ദ ചിൽഡ്രൻ, ബൈ ദ ഗാർഡ് എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവയെല്ലാം എന്താണ്? പാസീവ് വോയിസ് ആണ്. അപ്പൊ ആക്റ്റീവ് വോയിസ് ആയിട്ടുള്ളത് ഏതാ? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്ന പാറ്റേണിൽ കിടക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ മാത്രമാണ്. ദ ടീച്ചർ എക്സ്പ്ലെയിൻസ് ദ ലെസൺ. ദ ടീച്ചർ എന്ന സബ്ജക്റ്റ് ഉണ്ട്, എക്സ്പ്ലെയിൻസ് എന്ന വെർബിന്റെ V1 ഫോം ഉണ്ട്, ദ ലെസൺ എന്ന ഒബ്ജക്റ്റ് ഉണ്ട്. സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് എന്നാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ കിടക്കുന്ന ഒരു ആക്റ്റീവ് വോയിസ് ആണ് ഈ നൽകിയിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ ആഫ്റ്റർ എ ആർട്ടിക്കിൾ, ഫുൾ സ്റ്റോപ്പ്. ഇതിന് അടുത്ത വരിയായിട്ട് എഴുതേണ്ടതാണ്. ഓക്കെ, യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ ഇനി അടുത്ത വരിയായിട്ടാണ് എഴുതുക. അതാണ് സെന്റൻസ്. ആഫ്റ്റർ എ ലോങ് എൻക്വയറി they bought dash you from Chennai. Option A an, option B a, option C the, option D no article. But answer
ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ ബി ആണ്, എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ ആൻസർ എ ആണ്, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, എ യൂവ് എന്നാണ് പറയുക. ഇപ്പൊ ഇ ഡബ്ല്യു ഇ യൂവ് ഇത് ഉച്ചരിക്കേണ്ടത് ഈവ് എന്നല്ല, യൂവ് എന്നാണ് ഇതിനെ ഉച്ചരിക്കേണ്ടത്. യൂവ് എന്ന് പറയുമ്പോൾ ഫീമെയിൽ ഷീപ്പാണ് കേട്ടോ, കേട്ടോ, ഫീമെയിൽ ഷീപ്പാണ്. അപ്പൊ ഇതിനെ ഉച്ചരിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യൂവ് എന്ന് കിട്ടി. നിങ്ങൾ ശ്രദ്ധിക്കുക, ആർട്ടിക്കിൾസ് എഴുതാൻ നിങ്ങൾക്ക് എയോ ആനോ എഴുതാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. അത് വവൽ ലെറ്റർ ആണെങ്കിലും കൺസോണൽ ലെറ്റർ ആയാലും എന്തായാലും നിങ്ങളൊന്ന് ഉച്ചരിച്ച് നോക്കുക. അതിനെ നിങ്ങൾ ഉച്ചരിച്ച് നോക്കുമ്പോൾ, മലയാളത്തിൽ ഉച്ചരിച്ച് നോക്കുമ്പോൾ സ്വരാക്ഷരമാണ് വരുന്നതെങ്കിൽ, സ്വരാക്ഷരം എന്ന് പറയുമ്പോൾ അ ആ ഇ ഈ ഉ ഒക്കെയാണ് സ്വരാക്ഷരങ്ങൾ. അങ്ങനെ ഉച്ചരിക്കുമ്പോൾ സ്വരാക്ഷരങ്ങൾ വന്നാൽ അ ആ ഇ ഈ ഉ ഒക്കെ വന്നാൽ അവിടെ നിങ്ങൾ എന്തെഴുതുക? ആൻ എഴുതുക. മലയാളത്തിൽ ഉച്ചരിച്ച് നോക്കുക. മലയാളത്തിൽ ഉച്ചരിച്ച് നോക്കുമ്പോൾ വ്യഞ്ജനം വന്നാൽ, വ്യഞ്ജനാക്ഷരമാണ് വരുന്നതെങ്കിൽ, കായ്ക്ക ഗായ്ക്കങ്ങൾക്കാണ് വരുന്നതെങ്കിൽ അവിടെ നിങ്ങൾ എയും ഉപയോഗിക്കുക. അപ്പം മലയാളത്തിൽ ഉച്ചരിച്ച് നോക്കുക. മലയാളത്തിൽ ഉച്ചരിച്ച് നോക്കുമ്പോൾ സ്വരാക്ഷരം വന്നാൽ ആൻ എഴുതുക, വ്യഞ്ജനാക്ഷരം വന്നാൽ എ എഴുതുക. ഇവിടെ ഉച്ചരിച്ച് നോക്കിയപ്പോൾ നമുക്ക് ഇ ഡബ്ല്യു ഇ എന്ന് കിട്ടി, യു എന്ന് കിട്ടി. അത് വ്യഞ്ജനാക്ഷരമാണ് അല്ലെങ്കിൽ സ്വരാക്ഷരം അല്ലല്ലോ, അപ്പോൾ എന്തെഴുതാം? എ എഴുതാം. അല്ലെങ്കിൽ വ്യഞ്ജനാക്ഷരമാണല്ലോ, അവിടെ നമുക്ക് എന്തെഴുതാം? എ എഴുതാം. ഡാഷ് ഒ എൻ ഇ എങ്ങനെയാ ഉച്ചരിക്കുന്നത്? വണ്ണെന്നാണ്. വായ എവിടെ വരുന്ന വ്യഞ്ജനാക്ഷരത്തില്ലയോ, അതുകൊണ്ട് എ വണ്ണെന്ന് എഴുതി. ഡാഷ് യൂറോപ്യൻ, യൂറോപ്യൻ ഉച്ചരിച്ചപ്പോൾ അവിടെയും എന്താ വന്നത്? യായാണ് വന്നത്. എ യൂറോപ്യൻ എന്ന് എഴുതി. ഡാഷ് യൂണിവേഴ്സിറ്റി, ഇതൊക്കെ ഓയും ഈ യു ഒക്കെയാണ്, എ ഐ ഒ യു ആണ്. അങ്ങനെ എഴുതാൻ പറ്റുമോ? യൂണിവേഴ്സിറ്റി അവിടെ ഉച്ചരിച്ചപ്പോൾ യായാ വന്നത്. എ യൂണിവേഴ്സിറ്റി ആണ്. ഡാഷ് എച്ച് ഒ യു ആർ, ഡാഷ് എച്ച് ഒ എൻ ഒ യു ആർ, ഡാഷ് എച്ച് ഇ ഐ ആർ. ഓക്കെ, ഇവിടൊക്കെയോ? ഇവിടൊക്കെ എച്ച് സൈലന്റ് ആണ് കേട്ടോ. ഇവിടെ ഹവർന്ന് ഹോണർന്നും ഹെയറെന്നും അല്ല വായിക്കുന്നത്, അവർ ഓണർ എർ എന്നാണ് കേട്ടോ. ഡാഷ് അവർ, ഡാഷ് ഓണർ, ഡാഷ് ഓണർ, ഡാഷ് എർ, ഇങ്ങനെയാണ് ഉച്ചരിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ എന്താ? എച്ച് ഒ യു ആർ, അവർ എന്നാണ് ഉച്ചരിക്കുന്നത്. ആൻ അവർ, ആൻ ഓണർ, ആൻ എർ എന്നൊക്കെയാണ് ഉച്ചരിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കുക, മലയാളത്തിൽ ഉച്ചരിക്കുമ്പോൾ സ്വരാക്ഷരം വന്നാൽ ആൻ, വ്യഞ്ജനാക്ഷരം വന്നാൽ സ്വരാക്ഷരം വന്നാൽ ആൻ, വ്യഞ്ജനാക്ഷരം വന്നാൽ എയുമാണ്. അപ്പൊ ഇങ്ങനെ വേർഡുകൾ മാത്രമല്ല, അബ്രീവിയേഷൻസ് വന്നാലും MLA, MP, SSLC ബുക്ക്, ഇതേപോലുള്ള അബ്രീവിയേഷൻസ് വന്നാലും ഡാഷ് VIP, ഓക്കെ, ഡാഷ് WWF പ്രോജക്റ്റ്, ഇതേപോലെ അബ്രീവിയേഷൻസ് വന്നാലും അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഉച്ചാരണത്തിനനുസരിച്ച് എ ഓർ ആൻ എഴുതാം. ഡാഷ് MLA ഉച്ചരിച്ചപ്പോൾ എം വന്നില്ലയോ, എ അല്ലയോ? ആൻ MLA, ആൻ MP, ആൻ SSLC ബുക്ക്, ആൻ ഇവിടെ എ ആണ് കേട്ടോ. VIP അത് ഉച്ചരിച്ച് നോക്കിയാലും ലെറ്റർ നോക്കിയാലും VIP, അപ്പോൾ ഏതാ? വായാണ് വരുന്നത്. എ VIP, എ WWF പ്രോജക്റ്റ്. അതുപോലെ ലെറ്റേഴ്സും വരാം. ഡാഷ് F, ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും, ഡസ് ഹർ നെയിം ബിഗിൻ വിത്ത് ഡാഷ് F. അങ്ങനെ ഒരു ലെറ്റർ ഒക്കെ വന്നാലും അവിടെ നമുക്ക് ഉച്ചരിച്ച് നോക്കാം. എഫ്, എ വന്നു, ആൻ എഫ് എന്ന് എഴുതാം. അപ്പം ചുരുക്കി പറഞ്ഞാൽ എയും ആനും എഴുതാനായിട്ട് നിങ്ങൾ മലയാളത്തിൽ ഉച്ചരിച്ച് നോക്കുക. സ്വരാക്ഷരം വന്നാൽ ആൻ എഴുതുക, വ്യഞ്ജനാക്ഷരം വന്നാൽ എ എഴുതുക. ഓക്കെ, അത് വേർഡ്സ് ആയാലും ലെറ്റേഴ്സ് ആയാലും അബ്രീവിയേഷൻസ് ആയാലും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഐ സ്പീക്ക് ദ ട്രൂത്ത്, I am not afraid of it. Combine the sentence using infinitive. Infinitive യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ ബെയർ ഇൻഫിനിറ്റീവ് ഉണ്ട്, ടു ഇൻഫിനിറ്റീവ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യാൻ പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ടു ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബിനെയാണ് ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ടു ഇൻഫിനിറ്റീവ് ആണ് കേട്ടോ. നമുക്ക് നോക്കാം. ഒന്ന്, ഐ ആം നോട്ട് അഫ്രൈഡ് ടു സ്പീക്ക് ദ ട്രൂത്ത്. ഐ ആം നോട്ട് അഫ്രൈഡ് ഓഫ് സ്പീക്കിംഗ് ദ ട്രൂത്ത്. ഐ സ്പീക്ക്. മൂന്ന്, ഐ സ്പീക്ക് ദ
truth as I am not afraid of it. Option D, none of the above. ഓപ്ഷൻ അല്ല 4 നൺ ഓഫ് ദ എബോ. ഓപ്ഷൻ എ ഇതാണ് 4, ഓപ്ഷൻ ബി ഇതാണ് 2, ഓപ്ഷൻ സി ഇതാണ് 3, ഓപ്ഷൻ ഡി ഇതാണ് 1. ഇവിടെ ഏത് ആൻസർ? 1 ആണ് ഇവിടുത്തെ ആൻസർ. 1 വരുന്ന ഏതാ? ഓപ്ഷൻ ഡിയിലാണ്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പം നിങ്ങൾ നോക്കേ, അഫ്രൈഡ് ഓഫ് എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ ഇവിടെ ഇൻഫിനിറ്റീവ് കറക്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിപ്പോസിഷൻ അല്ല, ഇൻഫിനിറ്റീവ് കറക്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബിനെയാണ് ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കുക. ടു സ്പീക്ക്, ടു സിങ്, ഇതൊക്കെയാണ് ഇൻഫിനിറ്റീവ്. ബട്ട് ടു സ്പീക്ക്, ടു പ്ലസ് V1 വന്നു. ഇവിടെ ഓഫ് സ്പീക്കിംഗ് ആണ്. ഇവിടെ എന്താ, ഇവിടെ അങ്ങനെ ഒന്നും തന്നിട്ടേ ഇല്ലല്ലോ. സ്പീക്ക് ആദ്യമേ ഐ സ്പീക്ക് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും ആൻസർ വരില്ല. 2 + V1 എന്ന ഫോമിൽ, 2 + ബേസ് ഫോം ഓഫ് ദ വെർബ് എന്ന ഫോമിൽ കിടക്കുന്നത് 1 മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ ഡി എഴുതി. ടു സ്പീക്ക്, അതാണ് ടു ഇൻഫിനിറ്റി. ദ കമ്പനി ഗിവ്സ് ബോണസ് ടു ഇറ്റ്സ് എംപ്ലോയീസ് ഓൺലി ഡാഷ് ബിക്കോസ് ദ മാനേജ്മെന്റ് ഈസ് വെരി ജനറസ്. Every now and then. Option B, once in a blue moon. Option C, to miss the boat. Option D, to sit on the fence. Not very generous എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ? ജനറസ് മീൻസ് ഉദാരമല്ല, മാനേജ്മെന്റ് ഉദാരമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏത് ആൻസർ വരും? വല്ലപ്പോഴും ഒക്കെ കൊടുക്കത്തുള്ളൂ. ദ കമ്പനി ഗിവ്സ് ബോണസ് ടു ഇറ്റ്സ് എംപ്ലോയീസ് ഓൺലി ഡാഷ്. അപ്പം വളരെ റെയറായിട്ടേ കൊടുക്കാറുള്ളൂ ബോണസ്. എന്തുകൊണ്ടാണ്? അവർ അത്ര ഉദാരമല്ല, ഒരുപാട് ബോണസ് ഒക്കെ കൊടുക്കുന്നവരല്ല. അപ്പം വളരെ റെയറായിട്ടേ കൊടുക്കത്തുള്ളൂ. വെരി റെയർലി എന്നുള്ള മീനിങ് ആണ് ഇവിടെ വരേണ്ടുന്നത്. അപ്പം വെരി റെയർലി എന്നുള്ള മീനിങ് തരുന്ന ഇഡിയം ഇവിടെ ഏതാകുന്നു? വൺസ് ഇൻ എ ബ്ലൂ മൂൺ ആണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന ഇഡിയം ശൈലിയുടെ മീനിങ് വെരി റെയർലി എന്നാണ് കേട്ടോ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന ഇഡിയമിന്റെ മീനിങ് വെരി റെയർലി എന്നാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ. എ പ്രിഫിക്സ് ഈസ് ലെറ്റേഴ്സ് ദാറ്റ് കെയിം അറ്റ് ദ ഡാഷ് ഓഫ് എ വേർഡ്. ഓപ്ഷൻ എ എൻഡിങ്, ഓപ്ഷൻ ബി മിഡിൽ, ഓപ്ഷൻ സി ബിഗിനിങ്, ഓപ്ഷൻ ഡി ടോപ്പ്. ഏതാണ് നിങ്ങളുടെ ആൻസർ? പറയട്ടെ, ബിഗിനിങ് ആണ് കേട്ടോ. ഇത് നമ്മുടെ വൊക്കാബുലറി പാർട്ടി വരുന്നതാണ്. വൊക്കാബുലറിക്കകത്താണ് നമുക്ക് പ്രിഫിക്സ് ആൻഡ് സഫിക്സും കോമ്പൗണ്ട് വേർഡും പഠിക്കാനുള്ളത്. അപ്പോൾ വൊക്കാബുലറിയിലാണ് ടോപ്പിക്ക്. ബാക്കിയെല്ലാം സിനോണിംസ്, ആന്റണിംസ്, കളക്റ്റീവ് നൗൺസ് ഇവയെല്ലാം നമ്മൾ എങ്ങനെ പഠിക്കുന്നവയാണ്? ഇതെല്ലാം നമ്മൾ കാണാതെ പഠിക്കുന്നവയാണ്. പക്ഷെ പ്രിഫിക്സും സഫിക്സും ഒക്കെ ടോപ്പിക്ക് പഠിക്കുന്ന പോലെ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് പ്രിഫിക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓക്കെ, എ ലെറ്റർ പ്രിഫിക്സ് എന്താ? ഒരു റൂട്ട് വേർഡിന് മുൻപിൽ ഉപയോഗിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രിഫിക്സ് എന്ന് പറയുന്നത്. എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് പ്ലേസ്ഡ് ബിഫോർ ദ റൂട്ട് വേർഡ്. ഒരു റൂട്ട് വേർഡിന് മുൻപിൽ ഉപയോഗിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സിനെ നമുക്ക് പ്രിഫിക്സ് എന്ന് വിളിക്കാം. എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് പ്ലേസ്ഡ് ബിഫോർ ദ റൂട്ട് വേർഡ്. ഫോർ എക്സാമ്പിൾ, അൺഹാപ്പി. അപ്പൊ അൺഹാപ്പി എന്ന് പറയുമ്പോൾ ഹാപ്പി എന്നുള്ളത് ഒരു റൂട്ട് വേർഡ് ആണ്. അവിടെ കൊടുത്തിരിക്കുന്ന ഈ UN എന്നുള്ള എന്നുള്ളത് എന്താകുന്നു? പ്രിഫിക്സ് ആകുന്നു. ഓക്കെ ആണ്. അതേപോലെ തന്നെ പെയിൻഫുൾ. ഇവിടെ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? പെയിൻ എന്നത് ഒരു റൂട്ട് വേർഡാണ്. അതിനുശേഷം FUL എന്ന 3 ലെറ്റേഴ്സ് ചേർത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഹാപ്പി എന്ന റൂട്ട് വേർഡിന് മുൻപിലാണ് UN എന്നുള്ള 2 ലെറ്റർ ചേർത്തത്. അതിനെ നമ്മൾ പ്രിഫിക്സ് എന്ന് വിളിച്ചു. ഇവിടെ പെയിൻ എന്ന റൂട്ട് വേർഡിന് ശേഷമാണ് FUL എന്ന 2-3 ലെറ്റേഴ്സ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്താ വിളിക്കുക? അതിനെ സഫിക്സ് എന്നാണ് വിളിക്കുക. അപ്പൊ സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താകുന്നു? എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് പ്ലേസ്ഡ് ആഫ്റ്റർ ദ റൂട്ട് ഓഫ് ദ വേർഡ്. എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് പ്ലേസ്ഡ്
ആഫ്റ്റർ ദ റൂട്ട് വേർഡ്. ഒരു റൂട്ട് വേർഡിന് ശേഷം ചേർക്കുന്ന ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സഫിക്സ് എന്ന് വിളിക്കാം. ഓക്കെ ആണോ? ഒരു റൂട്ട് വേർഡിന് മുൻപിൽ ചേർക്കുന്ന ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണ് പ്രിഫിക്സ്. ഒരു റൂട്ട് വേർഡിന് ശേഷം ചേർക്കുന്ന ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണ് സഫിക്സ്. ഓക്കെ, ഇവിടെ അൺഹാപ്പിയിൽ ഹാപ്പി റൂട്ട് വേർഡാണ്, അൺ പ്രിഫിക്സ് ആണ്. സഫിക്സ് പെയിൻഫുൾ, അതായത് പെയിൻ എന്ന റൂട്ട് വേർഡിന് ശേഷം ചേർത്തിരിക്കുന്നു, എൻഡിൽ ചേർത്തിരിക്കുന്നു, അത് സഫിക്സ് ആണ്. അപ്പം ഫസ്റ്റ് ബിഗിനിങ്ങിൽ ചേർത്താൽ പ്രിഫിക്സ്, ലാസ്റ്റ് എൻഡിൽ ചേർത്താൽ അത് സഫിക്സുമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? എ പ്രിഫിക്സ് ഈസ് ലെറ്റേഴ്സ് ദാറ്റ് കെയിം അറ്റ് ദ ഡാഷ് ഓഫ് എ വേർഡ്. ഒരു വേർഡിന്റെ ബിഗിനിങ്ങിൽ വരുന്നതാണ് പ്രിഫിക്സ്. സോ ബിഗിനിങ്, ആ ഡെഫിനിഷൻ തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഹി കെയിം ഡാഷ് സൺഡേ. ഇവിടെ നിങ്ങൾ എന്തെഴുതും? ഹി കെയിം ഡാഷ് സൺഡേ. ഹി കെയിം ഓൺ സൺഡേ ആണ്. സൺഡേ എന്ന് പറയുമ്പോൾ അതൊരു ഡേ ആണ്. ഡേക്കും ഡേറ്റിനും മുൻപിൽ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഓൺ ആണ്. ഡേക്കും ഡേറ്റിനും മുൻപിൽ ഓൺ ആണ്. ഡേക്കും ഡേറ്റിനും മുൻപിൽ ഓൺ ആണ്. ഡാഷ് സൺഡേ, ഡാഷ് മൺഡേ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എന്താ? ഡേകളാണ്. അവിടെയൊക്കെ നമുക്ക് എന്തെഴുതാം? ഓൺ എഴുതാം. ഓൺ സൺഡേ, ഓൺ മൺഡേ എന്നൊക്കെ നമുക്ക് എഴുതാം. എന്നാൽ ഡേറ്റ്, അതേപോലെ തന്നെ ഡേറ്റ് ഡാഷ് 26th ജനുവരി, ഡാഷ് 15th ഓഗസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ജനുവരി, ഓഗസ്റ്റ് അതിൻ്റെ മുന്നിലല്ല ഡാഷ് വന്നിരിക്കുന്നത്. 26th 15th എന്ന ഡേറ്റുകൾക്ക് മുമ്പിലാണ് ഡാഷ് വന്നിരിക്കുന്നത്. അങ്ങനെ ഡേറ്റുകളുടെ മുമ്പിൽ ഡാഷ് വന്നാൽ അവിടെയും നമുക്ക് എന്തുപയോഗിക്കാം? ഓൺ ഉപയോഗിക്കാം. ഓക്കെ, ഓൺ സൺഡേ, ഓൺ മൺഡേ, ഓൺ 26th ജനുവരി, ഓൺ 15th ഓഗസ്റ്റ് എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്? ഡേകളുടെ മുമ്പിലാണ് ഡാഷ് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ എന്താണ്? ഡേറ്റുകളുടെ മുമ്പിലാണ് ഡാഷ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഡേകളുടെയോ ഡേറ്റുകളുടെയോ മുമ്പിൽ ഡാഷ് വന്നാൽ അവിടെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഓൺ ആണ്. ഡേക്കും ഡേറ്റിനും മുമ്പിൽ ഓൺ ഉപയോഗിക്കുന്നു. ഇന്ന് മനസ്സിലോട്ട് ഓടി വരാം. ഇന്ന് എവിടെ ഉപയോഗിക്കുന്നത്? മന്തിനും ഇയറിനും മുൻപിലാണ് ഇൻ യൂസ് ചെയ്യുക. മന്തിനും ഇയറിനും മുമ്പിലാണ്. ഡാഷ് ഫെബ്രുവരി, ഡാഷ് 1994. അപ്പോൾ ഫെബ്രുവരി എന്ന് പറയുമ്പോൾ അതൊരു മന്താണ്, ഒരു മാസമാണ്. മാസത്തിന് മുമ്പിൽ നമുക്ക് എന്തുപയോഗിക്കാം? ഇൻ ഉപയോഗിക്കാം. ഇൻ ഫെബ്രുവരി എന്ന് ഉപയോഗിക്കാം. ഡാഷ് 1994 എന്ന് പറയുമ്പോൾ അതൊരു ഇയർ ആണ്. ഇയറിന് മുൻപിൽ നമുക്ക് എന്തുപയോഗിക്കാം? ഇൻ ഉപയോഗിക്കാം. ഇതെല്ലാം കൂടെ തിരിഞ്ഞു പോകരുത്. മന്തിനും ഇയറിനും മുൻപിൽ ഇന്നാണ്. ഡേക്കും ഡേറ്റിനും മുൻപിൽ ഓൺ ആണ്. ഓൺ, DD1 ഓൺ, DD2 ഓൺ എന്ന് ഓർക്കുക. അപ്പോൾ ഡി വരുന്ന എല്ലാം ഓൺ ആണ്. ഡേക്കും ഡേറ്റിനും മുൻപിൽ ഓൺ ആണ്. മന്തിനും ഇന്നിനും മുൻപിൽ ഇന്നാണ്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കുക. ഒക്ടോബർ 28. നിങ്ങൾ അവിടെ ഏത് ആർട്ടിക്കിൾ എഴുതും? ഒക്ടോബർ 28 ഏത് ആർട്ടിക്കിളായിരിക്കും നിങ്ങൾ അവിടെ യൂസ് ചെയ്യുക? ഇവിടെ ഓൺ ഒക്ടോബർ 28 എന്നാണ് എഴുതുക. എന്തുകൊണ്ടാണ്? ഇവിടെ മന്ത് കണ്ടു. ഒക്ടോബർ എന്ന് പറയുമ്പോൾ ഒരു മന്താണ്, അവിടെ ഇന്നല്ലേ ഉപയോഗിക്കേണ്ടത്. പക്ഷെ എന്താ, ഒരു മന്തിന്റെ കൂടെ ചേർന്ന് തൊട്ടപ്പുറത്തൊരു ഡേറ്റ് വന്നാൽ ആ ഡേറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ഡേറ്റാണ് അവിടെ സ്പെസിഫൈ ചെയ്യുക. ഓൺ ഒക്ടോബർ 28 എന്നാണ് എഴുതുക. ഇത് നമ്മുടെ CPOയുടെ മുമ്പത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഒരു ബർത്ത്ഡേ ഡാഷ് ഒക്ടോബർ 28 എന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ അവിടെ എന്താ? ഓൺ ആണ് ആൻസർ കീ കൊടുത്തത്. അതായത് ഒരു മന്ത് വന്നിട്ട് മന്തിനോട് ചേർന്ന് ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ആണ് നോക്കേണ്ടത്. ഓൺ ഒക്ടോബർ 28 എന്നാണ് അവിടുത്തെ ആൻസർ കേട്ടോ. അപ്പം മന്തിനും ഇയറിനും മുൻപിൽ ഇന്നാണ്. ഇവിടെ ഒക്ടോബർ കണ്ടതുകൊണ്ട് ഇവിടെ ഇന്ന് എഴുതാൻ പറ്റില്ല. ഒക്ടോബർ 28 എന്ന് കണ്ടാൽ ഡേറ്റ് ആണ് നോക്കുക. ഓൺ ഒക്ടോബർ 28 എന്നാണ് അവിടെ എഴുതുക. അടുത്തത്, ടേക്ക് ആൻ അംബ്രല്ല വിത്ത് യു ലെസ്റ്റ് ഇറ്റ് ഡാഷ് റെയിൻ. ഓപ്ഷൻ എ വുഡ്, ഓപ്ഷൻ ബി ഷുഡ്, ഓപ്ഷൻ സി കുഡ്, ഓപ്ഷൻ ഡി വിൽ. ഇവിടെ നമ്മൾ എന്തായിരിക്കും എഴുതുക? നമുക്ക് നോക്കാം. ഇവിടെ ആൻസർ ഷുഡ് ആണ്. എന്തുകൊണ്ട് ഷുഡ് എഴുതി? ലെസ്റ്റ് എന്ന
കൺജങ്ഷന് ശേഷം ഒരു ഓക്സിലറി ലെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു റിസ്ക് ഇല്ലാതിരിക്കുവാൻ അല്ലെ കുറയ്ക്കുവാൻ വേണ്ടി, മഴ പെയ്തേക്കാം അമ്പർല കൂടി എടുത്തോളൂ, അപ്പം ഒരു റിസ്ക് കുറയ്ക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷനാണ് ലെസ്റ്റ് എന്ന് പറയുന്നത്. ലെസ്റ്റ് എന്ന കൺജങ്ഷൻ വന്നാൽ അതിനുശേഷം ഒരു ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ അതെല്ലായ്പ്പോഴും എന്തായിരിക്കും, ഷുഡ് തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ടേക്ക് ആൻ അംബർല വിത്ത് യു, ലെസ്റ്റ് ഇറ്റ് ഷുഡ് റെയിൻ എന്നാണ്. ലെസ്റ്റ് ഇറ്റ് ഷുഡ് റെയിൻ എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ലെസ്റ്റ് എന്ന കൺജങ്ഷന് ശേഷം ഉപയോഗിക്കേണ്ട മൊഡാൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഷുഡ് ആണ്. ഡു യു റിമെമ്പർ ദ പാസഞ്ചർ, ക്വസ്റ്റ്യൻ ഒന്ന് തിരുത്തിക്കോണം. ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ഡാഷ് ട്രാവൽഡ് യെസ്റ്റർഡേ വിത്തൗട്ട് ദ ടിക്കറ്റ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ഡാഷ് ട്രാവൽഡ് യെസ്റ്റർഡേ വിത്ത് ദ ടിക്കറ്റ്. വിത്ത് എ ടിക്കറ്റ്. അതാ ഇവിടെ പോരുന്നത്, വിത്തൗട്ട് എ ടിക്കറ്റ് എന്നാണ് കേട്ടോ. ഓക്കെ, ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ഡാഷ് ട്രാവൽഡ് യെസ്റ്റർഡേ വിത്ത് എ ടിക്കറ്റ്. ഓപ്ഷൻ എ ഹും, ഓപ്ഷൻ ബി ഹു, ഓപ്ഷൻ സി ഹൂസ്, ഓപ്ഷൻ ഡി വിച്ച്. നിങ്ങളുടെ ആൻസർ ഏതാ? ഹു ആണ് കേട്ടോ. ഹു ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട്? ഇത് റിലേറ്റീവ് പ്രോനൗൺ എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പാസഞ്ചർ എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയാണ്, പേഴ്സൺ ആണ്. വ്യക്തികളെ സൂചിപ്പിക്കുവാനായിട്ടാണ് പൊതുവെ ഹു, ഹും, ഹൂസ് എന്നിവ ഉപയോഗിക്കുക. അപ്പൊ പേഴ്സൺ എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയാണ്. ഒരു വ്യക്തിയെ സൂചിപ്പിച്ചിട്ട് ഒരു ഡാഷ് ആണ് വന്നിരിക്കുന്നത്. ഡാഷിന് ശേഷം ട്രാവൽഡ് എന്നാണ് കിടക്കുന്നത്. ട്രാവൽഡ് എന്ന് കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതൊരു വെർബാണ്. അപ്പം ഒരു വ്യക്തിയെ സൂചിപ്പിച്ചു, ഡാഷിന് ശേഷം ഒരു വെർബാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വന്നാൽ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു, ഡാഷിന് ശേഷം ഒരു വെർബ് വന്നാൽ അവിടെ നമുക്ക് എന്തുപയോഗിക്കാം? ഹു ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഒരു വ്യക്തിയെ സൂചിപ്പിച്ചു, ഡാഷിന് ശേഷം ഒരു വെർബ് വന്നു, അവിടെ നമുക്ക് ഹു ഉപയോഗിക്കാം. അടുത്തത്, അപ്പം ഒന്നുകൂടെ നോക്കാം. ഇവിടെ എന്താ? പാസഞ്ചർ വ്യക്തിയെ സൂചിപ്പിച്ചു, ഡാഷിന് ശേഷം ട്രാവൽഡ് എന്ന വെർബ് വന്നു, ഹു ഉപയോഗിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ ബോയ് ഡാഷ് വി മെറ്റ് യെസ്റ്റർഡേ. ഓപ്ഷൻ എ ഹു, ഓപ്ഷൻ ബി ഹും, ഓപ്ഷൻ സി ദാറ്റ്, ഓപ്ഷൻ ഡി വിച്ച്. ഇവിടെ ആൻസർ ഏതായിരിക്കാം? ഇവിടുത്തെ ആൻസർ ഹും ആണ്. ഇവിടെ ബോയ് ഒരു വ്യക്തിയെ സൂചിപ്പിച്ചു, പേഴ്സൺ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു, പിന്നീട് ഒരു ഡാഷ് ആണ്. ഡാഷിന് ശേഷം ഇവിടെ വന്നിരിക്കുന്നത് എന്താ? ബി ആണ്. ബി എന്ന് പറയുമ്പോൾ അതൊരു പ്രോനൗൺ ആണ്. ഒരു വ്യക്തിയെ സൂചിപ്പിച്ചു, ഡാഷിന് ശേഷം ഒരു പ്രോനൗൺ വന്നിരിക്കുന്നു. ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു, ഡാഷിന് ശേഷം പ്രോനൗൺ വന്നാൽ അവിടെ നമുക്ക് എന്തുപയോഗിക്കാം? ഹും ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ അതുകൊണ്ട് ഹും എഴുതി. അപ്പൊ പേഴ്സൺ പ്ലസ് ഹു പ്ലസ് വെർബ്, പേഴ്സൺ പ്ലസ് ഹും പ്ലസ് പ്രോനൗൺ. നെക്സ്റ്റ് വൺ നോക്കേ, ദിസ് ഈസ് പീറ്റർ ഡാഷ് ബൈസൈക്കിൾ ഹാസ് സ്റ്റോളൻ. അവിടെ നമ്മൾ എന്ത് എഴുതും? ഹു, ഹും, ഹൂസ്, നൺ ഓഫ് ദീസ്. അവിടുത്തെ ആൻസർ ഹൂസ് ആണ്. ദിസ് ഈസ് പീറ്റർ, അതൊരു പേഴ്സൺ ആണ്, ഒരു വ്യക്തിയെ സൂചിപ്പിച്ചു. പിന്നീട് ഒരു ഡാഷ് ആണ്, ഡാഷിന് ശേഷം ബൈസൈക്കിൾ എന്ന് കിടക്കുന്നു, അതെന്താകുന്നു? അതൊരു നൗൺ ആകുന്നു. ഒരു വ്യക്തിയെ സൂചിപ്പിച്ചു, ഡാഷിന് ശേഷം ഒരു നൗൺ ആണ് കിടക്കുന്നത്. ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു, ഡാഷിന് ശേഷം ഒരു നൗൺ വന്നാൽ അവിടെ നമുക്ക് എന്തുപയോഗിക്കാം? ഹൂസ് ഉപയോഗിക്കാം. പേഴ്സൺ പ്ലസ് ഹൂസ് പ്ലസ് നൗൺ. ഓക്കെ, പേഴ്സൺ പ്ലസ് ഹും പ്ലസ് പ്രോനൗൺ, പേഴ്സൺ പ്ലസ് പേഴ്സൺ പ്ലസ് ഹു പ്ലസ് വെർബ്, പേഴ്സൺ പ്ലസ് ഹും പ്ലസ് പ്രോനൗൺ, പേഴ്സൺ പ്ലസ് ഹൂസ് പ്ലസ് ഒരു നൗൺ, അല്ലെ റിലേഷനോ പൊസിഷനോ ഒക്കെ ആവാം കേട്ടോ. റിലേഷനോ പൊസിഷനോ നൗണോ ഒക്കെ വന്നാൽ അവിടെ നമുക്ക് ഹൂസ് യൂസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് വെർബൽ. മെനി എ ചൈൽഡ് ഡാഷ്. ഓപ്ഷൻ എൻജോയ് ടു swim. ഓപ്ഷൻ ബി enjoys to swim. ഓപ്ഷൻ സി enjoy swimming. ഓപ്ഷൻ ഡി enjoys swimming.
ആൻസർ ഓപ്ഷൻ ഡി ആണ്, എൻജോയ് സ്വിമ്മിങ് ആണ്. എന്തുകൊണ്ട്? രണ്ട് ടോപ്പിക്കുകൾ ഒരുമിച്ച് വന്നിരിക്കുകയാണ് ഈ ഒരു ക്വസ്റ്റിനകത്ത്. അതായത് കോൺകോർഡും വന്നിട്ടുണ്ട്, ജെറണ്ട് ആൻഡ് ഇൻഫിനിറ്റീവ് എന്ന ടോപ്പിക് കൂടെ ഒരുമിച്ചൊരു ക്വസ്റ്റിന് ചോദിച്ചിരിക്കുകയാണ്. നോക്കാം. മെനിയെ വന്നാൽ അതിനുശേഷം നമ്മൾ എന്താണ് ഉപയോഗിക്കുക? സിംഗുലർ വെർബാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ മെനിയയ്ക്ക് ശേഷം എന്തുപയോഗിച്ചിട്ടുണ്ട്? സിംഗുലർ വെർബായിട്ട് ചൈൽഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പം മെനിയയ്ക്ക് ശേഷം സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. പറഞ്ഞത് മാറിപ്പോയി. മെനിയയ്ക്ക് ശേഷം സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഓപ്ഷനിൽ നോക്കിയപ്പോൾ സിംഗുലർ ആയിട്ട് ചൈൽഡ് നൗൺ അല്ലയോ? ഓക്കെ, മെനിയെ പ്ലസ് സിംഗുലർ നൗൺ പ്ലസ് സിംഗുലർ വെർബ് എന്നാണ്. അപ്പം മെനിയയ്ക്ക് ശേഷം സിംഗുലർ നൗൺ വന്നിട്ടുണ്ട്, ശേഷം ഉപയോഗിക്കേണ്ട വെർബും സിംഗുലർ വെർബാണ് ഉപയോഗിക്കുക. സിംഗുലർ വെർബായിട്ട് എൻജോയ്സ് ഉണ്ട്, രണ്ടിടത്ത് എൻജോയ്സ് ഉണ്ട്. അപ്പോൾ റൂൾ ഇതാണ്, കോൺകോർഡിൻ്റെ റൂൾ ഇതാണ്, മെനിയെ പ്ലസ് സിംഗുലർ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. ഇവിടെ മെനിയയ്ക്ക് ശേഷം സിംഗുലർ നൗൺ വന്നിട്ടുണ്ട്, സിംഗുലർ വെർബും വന്നിട്ടുണ്ട്. ഇവിടെ രണ്ടിടത്തും സിംഗുലർ വെർബ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇനി ഈ എൻജോയ് എന്ന ആ ഒരു വെർബിന് ശേഷം ഉപയോഗിക്കേണ്ടത് എന്താണ്? ബെയർ ഇൻഫിനിറ്റീവ് ആണോ, ടു ഇൻഫിനിറ്റീവ് ആണോ, ജെറണ്ട് ആണോ? ജെറണ്ട് ആണ് കേട്ടോ. എൻജോയ് എന്ന ഈ ഒരു വെർബിന് ശേഷം എന്താണ് ഉപയോഗിക്കുക? ജെറണ്ട് ആണ് ഉപയോഗിക്കുക. എൻജോയുടെ ഏത് ഫോം? എൻജോയോ എൻജോയ്സോ എന്തോ ആവട്ടെ, എൻജോയ്ക്ക് ശേഷം, എൻജോയ്സ് എന്ന വെർബിന് ശേഷം ജെറണ്ട് ആണ് ഉപയോഗിക്കുക. ജെറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വെർബ് പ്ലസ് ING ആണ്. ഈറ്റിംഗ്, ഡ്രിങ്കിങ്, വാക്കിംഗ്, ഈ വാക്ക് പ്ലസ് ING വാക്കിംഗ്, ഇതൊക്കെ ജെറണ്ടിന് ഉദാഹരണമാണ്. അപ്പൊ എൻജോയ്സിന് ശേഷം ജെറണ്ട് ആണ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ ജെറണ്ട് ആയിട്ടുള്ളത് ഏതാ? സ്വിമ്മിങ് ആണ്. സ്വിങ് പ്ലസ് ING സ്വിമ്മിങ്. അപ്പൊ ഇവിടെ എൻജോയ്സ് വന്നെങ്കിലും ടു സ്വിം വന്ന് ടു ഇൻഫിനിറ്റീവാണ് കൊടുത്തത്. ഇവിടെ എൻജോയ്സ് വന്നു, കറക്റ്റ് ആയിട്ട് ജെറണ്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ വരാം. മെനിയയ്ക്ക് ശേഷം സിംഗുലർ നൗണും സിംഗുലർ വെർബും ഉപയോഗിക്കണം. മെനിയയ്ക്ക് ശേഷം സിംഗുലർ നൗൺ അവിടെ കൊടുത്തിട്ടുണ്ട്, വെർബാണ് ഉപയോഗിക്കേണ്ട അടുത്ത സിംഗുലർ ആയിട്ട് അവിടെ എൻജോയ്സ് എഴുതി. ഇനി ശേഷം നമ്മൾ എൻജോയ്സ് വന്നാൽ അതിനുശേഷം ജെറണ്ട് ആണ് ഉപയോഗിക്കുക. അതുകൊണ്ട് എന്തു എഴുതി? സ്വിമ്മിങ് എഴുതി. കണ്ടോ? ഒരു ടോപ്പിക് അറിയാമെങ്കിൽ ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റുമോ? രണ്ട് ടോപ്പിക് അറിയണം. രണ്ട് ടോപ്പിക് കൂടെ ഒരുമിച്ചൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതോട്ട് നമ്മൾ പോവുകയാണ്. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ one word substitute for the given group of words. One who eats human flesh. നരഭോജി, മനുഷ്യ മാംസം ഭക്ഷിക്കുന്നു. ഓക്കെ, മാമൽ ആണോ, വെജിറ്റേറിയൻ ആണോ, കാർണിവോർ ആണോ, കാനിബൽ ആണോ? അപ്പം കാനിബൽ ആണ്. വൺ ഹു ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ്, വൺ വേർഡ് എന്താണ്? മനുഷ്യ മാംസം ഭക്ഷിക്കുന്നു. ഓക്കെ, നരഭോജി എന്ന് വൺ വേർഡ് ആയിട്ട് മലയാളത്തിൽ പറയാം. കാനിബൽ ആണ്. വൺ ഹു ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ്, കാനിബൽ. വൺ ഹു ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ്, കാനിബൽ. അപ്പൊ അതേപോലെ കുറച്ച് എല്ലാ പാട്ടിന്റെ അവസാനം നമുക്ക് കുറച്ച് വൊക്കാബുലറി പഠിച്ചു പോവാം. കഴിഞ്ഞ പാട്ടിൽ നമ്മൾ കുറച്ച് സിനോണിംസ് പഠിച്ചു. ഈ പാട്ടിൽ നമ്മൾ കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് പഠിക്കുകയാണ്. നോക്കുക, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഓക്കെ, ഒന്നാമത് നോക്കുക. വൺ ഹു ഈറ്റ്സ് ഫ്ലഷ്, കാർണിവോറസ് ആണ് കേട്ടോ. ഓക്കെ, വൺ ഹു ഈറ്റ്സ് മാംസഫുക്ക് എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം. മാംസഫുക്ക്. അപ്പൊ എന്താ? മാംസമൊക്കെ കാർന്ന് കഴിക്കുകയാണ്. മാംസഫുക്കിന് നമുക്ക് എങ്ങനെ പറയാം? കാർണിവോറസ് എന്ന് പറയാം. കാർണിവോറസ്. അപ്പൊ വൺ ഹു ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ് ആണെങ്കിൽ എന്തായിരിക്കും? കാനിബൽ ആണ്. വൺ ഹു ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ്, കാനിബൽ. അപ്പൊ വൺ ഹു ഈറ്റ്സ് ഫ്ലഷ്, കാർണിവോറസ്. വൺ ഹു ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ്, കാനിബൽ ആണ്. അടുത്ത പേഴ്സൺ ഏജ്ഡ് 100 years or more, ശതാനുഷ്മാൻ എന്നൊക്കെയാണ് മലയാളത്തിൽ പറയുന്നത്. സെന്റിനേറിയൻ ആണ്, 100 വയസ്സ് തികഞ്ഞ ആളല്ലേ, അതിൽ പുറത്ത് വയസ്സുള്ള ആൾ. എ പേഴ്സൺ ഏജ്ഡ് 100 years or more, ശതായുഷ്മാൻ എന്നാണ് മലയാളം അർത്ഥം. മലയാളം വേർഡ് സെന്റിനേറിയൻ ആണ്. 100 റൺസ് ഒക്കെ അടിക്കുമ്പം സെഞ്ചുറി അടിച്ചെന്നൊക്കെ അല്ലയോ പറയുന്നത്. അപ്പൊ എന്താ സെഞ്ചുറി? 100 സെഞ്ചുറി. അപ്പം സെന്റിനേറിയൻ. അത്രയൊക്കെ ഓർത്ത് വെച്ചാൽ അത് കിട്ടും. വൺ ഹു ഹാസ് ഇറസിസ്റ്റബിൾ ടെൻഡൻസി ടു സ്റ്റീൽ, ക്ലെപ്റ്റോമാനിയാക് ആണ്. നമ്മൾ മാനിയസ് പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. അഡിക്ഷൻ ടു സ്റ്റീലിംഗ് എന്താണ്? ക്ലെപ്റ്റോമാനിയാണ്, മോഷണം. അപ്പം മോഷണ തൽപരനായ വ്യക്തി. വൺ ഹു ഹാസ് ഇറസിസ്റ്റബിൾ ടെൻഡൻസി
to steal, kleptomaniac. അപ്പോൾ one who eats flesh, carnivorous. One who eats human flesh, cannibal. A person aged 100 years or more, centenarian. One who has irresistible tendency to steal, kleptomaniac ആണ്. അടുത്തത് a person who hates reason, discussion or knowledge. എന്താണ്? മിസോളജിസ്റ്റ് ആണ്. യുക്തിചിന്തയോട് വിരോധമുള്ള ആള്. യുക്തിചിന്തയോട് വിരോധമുള്ള ആള്. എ പേഴ്സൺ ഹു ഹേറ്റ്സ് റീസൺ, ഡിസ്കഷൻ ഓർ നോളജ്. മിസോളജിസ്റ്റ്. മിസോളജിസ്റ്റ്. വൺ ഹു ലിവ്സ് ഓൺ അതേഴ്സ്. പരാശ്രയി, ഇത്തിൽ കണ്ണി. എന്താണ്? പാരാസൈറ്റ്. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നു. പരാശ്രയി അഥവാ ഇത്തിൽ കണ്ണി എന്നൊക്കെയാണ്. വൺ ഹു ലിവ്സ് ഓൺ അതേഴ്സ് എന്താ? പാരാസൈറ്റ്. പാരാസൈറ്റ്. അടുത്തത് വൺ ഹു ടേക്സ് റെഫ്യൂജ് ഇൻ എ ഫോറിൻ കൺട്രി. അഭയാർത്ഥി. റെഫ്യൂജി ആണ് കേട്ടോ. റെഫ്യൂജി. വൺ ഹു ടേക്സ് റെഫ്യൂജ് ഇൻ എ ഫോറിൻ കൺട്രി. റെഫ്യൂജി. ദ സ്റ്റഡി ഓഫ് മാൻകൈൻഡ്. ആന്ത്രോപോളജി. നരവംശാസ്ത്രജ്ഞൻ. ആന്ത്രോപോളജി നരവംശാസ്ത്രം. ദ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് എന്താണ്? ആന്ത്രോപോളജി ആണ്. ഓക്കെ. എ പേഴ്സൺ ഹു തിങ്സ് ഓൺലി ഹിംസെൽഫ്. സ്വന്തം കാര്യം. ഈഗോയിസ്റ്റ് കേട്ടോ. സ്വന്തം കാര്യം. ഈഗോയിസ്റ്റ് ആണ്. ഈഗോയിസ്റ്റ് ആണ്. എ പേഴ്സൺ ഹു തിങ്സ് ഓൺലി ഹിംസെൽഫ്. അതിന്റെ വൺ വേർഡ് എന്താ? ഈഗോയിസ്റ്റ്. സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ. അത് ഓപ്ഷൻ കാണുമ്പോൾ എല്ലാവരും എഴുതും. ഡെമോഗ്രഫി ആണ്. സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ, ഡെമോഗ്രഫി. സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ, ഡെമോഗ്രഫി. ഇപ്പൊ ഒന്നുകൂടെ. വൺ ഹു ഈറ്റ്സ് ഫ്ലഷ്, കാർണിവോറസ്. വൺ ഹു ഈറ്റ്സ് human flesh, cannibal. A person aged 100 years or more, centenarian. One who has irresistible tendency to steal, kleptomaniac. A person who hates reason, discussion or knowledge, misologist. One who lives on others, parasite. അടുത്തത് study of mankind, anthropology. A person who thinks only himself, egoist. Study of population, demography. അപ്പം ഫോഴ്സ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള 2 പാർട്ട്, അതായത് പാർട്ട് 1, പാർട്ട് 2 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പാർട്ട് 3യുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു.